തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മൂകം കരോതി വാചാലം പങ്കം ലങ്കായതേഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദം മാധവം ശ്രീ ചൈതന്യീശ്വരം വഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സവിത മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം നാരദ മഹർഷിയുടെ ഭാഗവത നിർദ്ദേശങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. കാര്യം നമ്മള് ഈ ബുധനാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ പിന്നെ അടുത്ത ബുധനാഴ്ച ഞാനടക്കം തുറക്കുന്നല്ലേ. അപ്പം നമ്മൾ കണ്ടു നാരദമുനി ആഗതനാകുന്നു, വ്യാസദേവന് ഉണ്ടായ പ്രശ്നങ്ങളും വ്യാസദേവൻ ചോദിക്കുന്ന ചോദ്യങ്ങളും. അപ്പൊ നാരദമുനി അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പൊ അത് ഇനി നമ്മൾ ശ്ലോകം 17 അല്ലേ? ശ്ലോകം 17 അല്ലേ? 17, 18, 19. അപ്പൊ നമുക്ക് ശ്ലോകം 17 നോക്കാം. त्यक्त्वा स्वधर्मचरणाम्बुजं हरेर् भजन्न पक्वोद पदेततो यदि यत्र क्व वा भद्र महूदमुष्य किं को वार्त आप्तो भजतां स्वधर्मदाम्. त्यक्त्वा स्वधर्मचरणाम्बुजं हरेर् भजन्न पक्वोद पदेततो यदि यत्र क्व वा भद्र महूदमुष्य किं को वार्त आप्तो भजतां सुधर्मतः. हरे कृष्ण. सविता माताजी. हरे कृष्ण. त्यक्त्वा स्वधर्मं चरणाम्बुजं हरेर्भजन्न पक्वेदपत्तेतदो यदि यत्र क्व वा भद्रमबुधमुष्य किं को वार्ता आप्तोत्यभजतां सुधर्मदा. हरे कृष्ण. हरे कृष्ण. मल्लिका माताजी. हरे कृष्ण प्रभुजी. ओम नमो भगवते वासुदेवाय. श्लोकं 17. त्यक्त्वा स्वधर्मं चरणाम्बुजं हरिर्भजन्न पक्वोऽधपदेततो यदि यत्र क्व वा भद्रमभूतमुष्य किं को वार्थ आप्तो भजतां स्वधर्मदः. हरे कृष्ण. हरे कृष्ण. നമുക്ക് ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ നോക്കാം. തെക്വ പരിത്യക്തയാൽ സ്വധർമ്മം ഒരുവന്റെ സ്വതൊഴിൽ സംബന്ധ പ്രവൃത്തി ചരണ അംബുജം പാദാംബുജം ഹരിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭജൻ ഭക്തിയുദ്ധ സേവന മാർഗത്തിൽ അപക്വമായ അധ വിഷയ സംബന്ധമായി പതയിൽ അധപ്പതിക്കുന്നു. തഥ ആ സ്ഥലത്ത് നിന്നും യതി എങ്കിൽ എത്ര അതിന്മേൽ ക്വ എന്ത് വിധത്തിൽ വ അഥവാ സ്വാവലംബമായി ഉപയോഗിച്ചിരിക്കുന്നു. അഭദ്രം പ്രതികൂലമായ അപുൽ സംഭവിക്കും. അമുഷ്യ അങ്ങയുടെ കിം യാതൊന്നും ക വ അർത്ഥ എന്ത് താത്പര്യം ആപ്ത പ്രാപ്തമാക്കി അഭജതാം എല്ലാ അഭക്തന്മാരുടെയും സ്വധർമ്മത ധർമാനുസൃത കർമ്മത്തിൽ നിരതനായി തീരുക. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഭഗവത് ഭക്തിയുദ്ധ സേവനത്തിനായി ധർമാനുസൃത കർമ്മങ്ങൾ പരിത്യജിക്കുന്ന ഒരാൾ ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അധപതിച്ചേക്കാം. എന്നിരുന്നാലും അയാളുടെ പരാജയത്തിൽ യാതൊരു ആപത്തുമില്ല. അഥവാ ധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണനിരതനാണെങ്കിലും അഭക്തൻ യാതൊരു നേട്ടവും പ്രാപ്തമാക്കുന്നില്ല. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാരദമുനി ഇവിടെ പറയുന്നത്. നമുക്ക് ഭാവാർത്ഥം നോക്കാം. നമുക്ക് കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. മാനവരാശിയുടെ കർത്തവ്യങ്ങൾ അസംഖ്യങ്ങളാണ്.
ഓരോ വ്യക്തിയും തന്റെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സമൂഹം, രാജ്യം, മനുഷ്യവർഗം, മറ്റു ജീവാത്മാക്കൾ, ദേവന്മാർ തുടങ്ങിയവരോട് മാത്രമല്ല മഹാചിന്തകന്മാർ, കവികൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവരോടും കർത്തവ്യബദ്ധരാണ്. ആവിധ സർവ്വ കർത്തവ്യങ്ങളെയും പരിത്യജിക്കണമെന്നും ഭഗവത് സേവനത്തിൽ അഭയം പ്രാപിക്കണമെന്നും ധർമ്മശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്രകാരം പ്രവർത്തിക്കുകയും ഭഗവത് ഭക്തിയുടെ സേവന നിർവഹണം സഫലമാക്കുകയും ചെയ്താൽ അത് ഉചിതവും ശ്രേഷ്ഠവുമാകുന്നു. എന്നാൽ ചിലപ്പോഴൊക്കെ ഇപ്രകാരം സംഭവിക്കുന്നു. ചില താൽക്കാലിക വികാര താല്യത്താൽ ഭഗവത് സേവനത്തിൽ സ്വയം സമർപ്പിക്കുന്നവർ ക്രമേണ മറ്റനേക വിവിധ കാരണങ്ങളാൽ അഭികാമ്യമല്ലാത്ത സംസർഗത്താൽ ഭഗവത് സേവന പാതയിൽ നിന്ന് വ്യതിചലിച്ച് അധപ്പതിക്കുന്നു. ചരിത്രത്തിൽ ഇപ്രകാരമുള്ള നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. കലമാനുകളോട് അതിരേകമായി പ്രീതി ഉണ്ടായിരുന്നതിനാൽ ഭരത മഹാരാജാവിന് കലമാനായി ജന്മമെടുക്കേണ്ടി വന്നു. മൃത്യു ആസന്നമായ സമയത്ത് അദ്ദേഹം ഈ കലമാനെ സ്മരിച്ചു. ഔവണ്ണം അടുത്ത ജന്മത്തിൽ ഒരു കലമാനായി ജന്മം ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന് പൂർവ്വജന്മ സ്മരണയുണ്ടായിരുന്നു. അതേപോലെ ഭഗവാൻ ശിവന്റെ പാദങ്ങളിൽ പാപം പ്രവർത്തിച്ചതിനാൽ ചിത്രകേതു അധപ്പതിക്കപ്പെട്ടു. എന്നാൽ ഇവയൊന്നും വകവയ്ക്കാതെ അധപ്പതിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഭഗവത് സേവനത്തിൽ ഭഗവാന്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന് ഇവിടെ ദൃഢമായി പ്രസ്താവിക്കുന്നു. എന്തെന്നാൽ ഭക്തിയുത സേവനത്തിലെ നിർദ്ദിഷ്ട കർമ്മത്തിൽ വീഴ്ച വരുത്തി അധപ്പതിച്ചാലും ഭഗവാന്റെ പാദകമലങ്ങളെ അയാൾ ഒരിക്കലും വിസ്മരിക്കുകയില്ല. ഒരിക്കൽ ഭഗവത് ഭക്തിയുത സേവനത്തിൽ നിരതനായാൽ പിന്നെ ഏത് സാഹചര്യത്തിലും ഒരാൾ ഭഗവത് സേവനം തുടരും. നാമമാത്രമായ അളവിലുള്ള ഭഗവത് ഭക്തിയുത സേവനം പോലും അത്യന്തം വിപത്കരമായ അവസ്ഥയിൽ നിന്ന് ഒരാളെ രക്ഷിക്കുമെന്ന് ഭഗവത്ഗീതയിൽ അരുളി ചെയ്തിരിക്കുന്നു. ചരിത്രത്തിൽ അത്തരം ദൃഷ്ടാന്തങ്ങൾക്ക് നിരവധി മാതൃകകളുണ്ട്. അവയിലൊന്ന് അജാമിളനാകുന്നു. ബാല്യകാലത്തെ ഭക്തനായിരുന്ന അജാമിളൻ യുവാവായപ്പോൾ അധപ്പതിച്ചു. എന്നിരുന്നിട്ടും അന്ത്യനിമിഷത്തെ അജാമിള ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാവാർത്ഥത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം എന്താണ്? നമ്മള് ഭക്തിയുത സേവനത്തിൽ വരുമ്പോൾ ഒരുപാട് പേർക്ക് നമുക്കൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ് വീഴ്ചകൾ സംഭവിക്കും, അല്ലെ? വീഴ്ചകൾ സംഭവിക്കും. നമുക്ക് ഇപ്പൊ എന്റെ കാര്യം നാളെ എങ്ങനെയാന്ന് അറിയത്തില്ല. നമ്മൾ കൃഷ്ണാബോധത്തിൽ നിന്ന് വിട്ടുപോകോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യ. കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നമ്മളിപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മരണം വരെ കൃഷ്ണാബോധത്തിൽ നിന്ന് വിട്ടുപോയില്ല, ഞാൻ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കും, ഞാൻ ഭക്തിയുത സേവനം ഒക്കെ ചെയ്യുമെന്നൊക്കെ നമുക്കൊരു ദൃഢനിശ്ചയം മനസ്സിലുണ്ടാവാം, അല്ലേ? പക്ഷെ നമ്മളുടെ മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങള്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികള്, നമുക്കുണ്ടാകുന്ന ജീവിത അനുഭവങ്ങള്, ഇതെല്ലാം തന്നെ നമ്മളെ വ്യതിചലിപ്പിക്കാനും ചിന്തിക്കാനും സാധ്യതയുണ്ട്. കാര്യം നമ്മൾ ഒരാള് നമ്മുടെ കുടുംബത്തിൽ കൃഷ്ണാബോധത്തിൽ, ബാക്കി എല്ലാവരും നമുക്ക് എതിരാണ്. എത്ര നാള് നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും? എന്നാലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മാതാജിമാരാണ്, നിങ്ങളുടെ ഭർത്താവ്, മക്കള്, കൊച്ചുമക്കള്, ഇവരെല്ലാരും ഇതിനെതിരെ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ എത്ര നാൾ? അപ്പൊ നമ്മളും അവരുടെ കൂടെ ഓട്ടോമാറ്റിക്കലി ആയി പോകും. അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് വേറിട്ട് പോകേണ്ടി വരും, അല്ലെ? നമ്മളൊരു വേറൊരു ജീവിയായിട്ടാണ് അവരൊക്കെ കാണുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ എനിക്ക് അറിയാം, ഇവിടെ എന്റെ ഇവിടുത്തെ സത്സംഗത്തില്, ഞാൻ ആദ്യം ജോയിൻ ചെയ്ത സത്സംഗം 150 പേരുണ്ടായിരുന്ന സത്സംഗം വെറും നാമമാത്രമായ 4 പേരായി പോയി, ചുരുങ്ങി. കാരണം എന്താണ്? അത് എടുത്ത ആൾക്കാർക്ക് പൊട്ടൻസി ഇല്ലാഞ്ഞിട്ടോ അതുപോലെ തന്നെ വന്നിരിക്കുന്ന ആൾക്കാർ മോശക്കാരായിട്ടൊന്നും അല്ല. മായ അത്രയ്ക്ക് ശക്തിയാണ്. അതേപോലെ പിടിച്ചു വലിക്കും. നമുക്ക് കൃഷ്ണാബോധത്തിൽ വരാനായിട്ട് എളുപ്പമാണ്, പോകാൻ അതിലും എളുപ്പമാണ്, അല്ലെ? അതിൽ നിലനിൽക്കുക എന്ന് പറയുന്ന കാര്യം ക്ലാസ്സിന് വരുമ്പോ പറഞ്ഞാണ്, ഓ ക്ലാസ് പണിയുണ്ടോ, വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാണ്, വഴക്കുണ്ടാക്കിയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വിട്ടുപോകാനായിട്ട്, നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ബുദ്ധിമുട്ട്. ഇത് ബാലൻസ് ചെയ്ത് പോകണം. നമ്മളുടെ കുടുംബ ജീവിതവും ആധ്യാത്മിക ജീവിതവും കൂടെ ഒരു ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നല്ല ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ ചെയ്യുന്ന ഈ ഓരോ സ്ട്രഗിളും, കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ഇടത്ത് നമ്മൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ആയിരിക്കും ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾ എഴുതിയിട്ടോ, നമ്മള് എല്ലാം അനുകൂലം, നമ്മളുടെ ഭർത്താവും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൃഷ്ണാബോധത്തിലാണ്, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്തു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേന് അതൊരു ലക്ഷറി, ബംഗ്ലാവിൽ താമസിക്കുന്ന ഒരു ഇതാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ത്യാഗം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. നമ്മളുടെ
നോൺ വെജ് ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഒരു വലിയ ത്യാഗമാണ് നമ്മൾ ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ നമ്മള് എന്താണ് ഈ യമനിയമങ്ങൾ പാലിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ വലിയ ഒരു യമനിയമങ്ങളെ 4 ഒരുപാടുണ്ട്, 10-28 നിയമങ്ങളുണ്ട്. അതിൽ ഈ 4 ശ്രീലപ്രഭുപാദർ പറയുന്നത്. അത് പാലിക്കാൻ തന്നെ നമ്മൾ ഒരുപാട് പാടുപെടുന്നു. നിങ്ങളുടെ കാര്യമല്ല, മറ്റു പലർക്കും ആണുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ യമനിയമങ്ങളിലെ 4 പാലിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭഗവത്ഗീത ഭാഗവത ക്ലാസ്സിൽ ഇങ്ങനെ അടങ്ങി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കാൻ പറയുന്നത് എന്ത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇനി ആരതി ചെയ്യുന്നതും നമ്മൾ പ്രസാദം ഉണ്ടാക്കുമ്പോൾ തന്നെ പാത്രങ്ങൾ മൂന്ന് ടൈപ്പ് പാത്രങ്ങൾ. നമ്മൾ കഴിക്കുന്നത് ജൂട്ടാ പാത്രം, എച്ചിൽ പാത്രം വേറൊരു സ്ഥലത്ത്. അതുപോലെ തന്നെ ഇത് എന്താണ് പറയുന്നത്, ഭഗവാൻ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ വേറെ, അതുപോലെ നിവേദിക്കുന്ന വേറെ. ഇതിന് 3 സ്ക്രബ്ബർ, 3 സ്ഥലത്ത് വെക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തെ ആ നിയമങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, നമ്മൾ അതൊരു ഭാരമായിട്ട് കാണും. കാര്യം നമ്മളുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് ഇല്ല എങ്കിൽ അത് ഭയങ്കര വലിയ ഭാരമായിട്ടൊരു നമുക്കൊരു പണി പോലെ തോന്നും, ബർഡൻ ആയിട്ട് ഇങ്ങനെ ഒരു ചുമട് മാതിരി നമുക്ക് തോന്നും അല്ലേ? പക്ഷെ ഈ പ്രശ്നങ്ങൾക്കെതിരെയും നമുക്കിവിടെ, എനിക്കൊരു ഉദാഹരണം കാണിക്കാൻ ഒരു ഡിവോട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡിവോട്ടിയാണ്. അദ്ദേഹം 12 പേര് താമസിക്കുന്ന ലേബർ ക്യാമ്പിലാ. ഒരു റൂമിൽ 12 പേര്. ഈ ഡബിൾ ഡെക്കർ കട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? ഡബിൾ ഡെക്കർ കട്ടില് ഒക്കെ ഉള്ള അവിടെയാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അതിൽ കൂടെയുള്ളവരെല്ലാം മറ്റ് വിഭാഗത്തിൽപ്പെട്ടവര്. അവർക്കൊക്കെ ഈ നമ്മളുടെ ഏതെങ്കിലും കാര്യം പറയുന്നത് പോലും ഇഷ്ടമല്ല അല്ലെ? അവരുടെ ആ ഒരു ദൈവത്തിന്റെ പേര് വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമല്ല അല്ല? അവരങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെ? ഞാനിപ്പോ അത് സോഷ്യൽ ഇതിലായത് കാരണം ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ അത് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് ഇഷ്ടമല്ല. അവരുടെ ദൈവത്തിന്റെ നാമം വിളിക്കുമ്പോൾ നമ്മൾ ഉടനെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരുടെ അടുക്കൽ താമസിച്ച് ഇവരൊക്കെ ഉണരുന്നതിന് മുൻപേ 3 മണിക്ക് എണീറ്റ് ഒരു ചെറിയൊരു വിളക്കും കത്തിച്ച് ചെറിയ ഭഗവാന്റെ ഫോട്ടോ, ശിലപ്രഭാതരുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് പാചകം ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഓഫർ ചെയ്തിട്ട് മണിയൊക്കെ ഒച്ച കേൾക്കാതെ ഇങ്ങനെ അടിച്ച് ഓഫർ ചെയ്തിട്ട് അത് പോയിരുന്ന് കഴിക്കുക. അത് ജപിക്കുന്നതൊക്കെ സ്റ്റെയർ കേസിൽ, ഭയങ്കര ചൂടുള്ള സമയത്ത് നിന്ന് ആലോചിച്ച് നോക്കി, സ്റ്റെയർ കേസിന്റെ അവിടെ പോലും ജപിക്കുക. ആൾക്കാരൊക്കെ ഉണരുന്ന ദിവസമാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ അവിടെ കൊണ്ടുപോയി ശിലപ്രഭാതരുടെ പടവും ഗുരുമഹാരാജിന്റെ പടവും ഭഗവാന്റെ രാധാമാധവന്റെ പടവും കൂടെ കൂടി ചെറിയ ഫോട്ടോ കൊണ്ടുപോയി വെച്ചിട്ട് സ്റ്റെയർ കേസിന്റെ ഒരു കോർണറിൽ ഇരുന്ന് ഓഫർ ചെയ്യുക. ഇങ്ങനെയൊക്കെ സഫർ ചെയ്തിട്ട് അദ്ദേഹം ഇപ്പം ബ്രാഹ്മണിക്ക് നാട്ടിൽ പോയി ഇവിടുന്ന് ജോലി പോയിട്ട്, എന്നിട്ട് ട്രിവാൻഡ്രം ടെമ്പിളിലെ നിങ്ങൾ പോയവരൊക്കെ കണ്ടു കാണും, അവിടുത്തെ മെയിൻ ഷെഫാണ് അല്ലെങ്കിൽ പാചകക്കാരനാണ്. ഭഗവാന് രാധാമാധവന് പ്രസാദം ഉണ്ടാക്കുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ ബ്രാഹ്മണിക്ക് ഇനീഷ്യേഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും. മാതാജിയും കുട്ടികളൊന്നും വന്നിട്ടുമില്ല. എന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹത്തിന് വിദ്യാഭ്യാസം വെറും ലേബർ പണിയായി ചെയ്തത്. വിദ്യാഭ്യാസം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഇപ്പൊ പറ്റിശാസ്ത്രി കോഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാകാനുള്ള തല പോലും ഇല്ല. നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് അഹങ്കരിക്കുന്നൊക്കെ ഉണ്ടല്ലേ? നമ്മൾ ഓരോരുത്തരും, ചിലര് സവിതാ മാതാജിയൊക്കെ ചിലപ്പം PG എല്ലാം കഴിഞ്ഞവരായിരിക്കില്ല. നമ്മൾ ഇത്രയും കഴിഞ്ഞവരാണെന്ന് ഇവർ വെറും 10ാം ക്ലാസ്സും ഗുസ്തിയും ഉള്ളവരാണ് ഈ ഭക്തിശാസ്ത്രിയൊക്കെ പഠിക്കുന്നതും ഇത്രയും ശ്ലോകങ്ങളൊക്കെ ഓർമ്മ. അദ്ദേഹം ശ്ലോകം പഠിച്ചുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. എങ്ങനെയാണെന്ന് പറയുക, ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് ശ്ലോകം എഴുതിയിട്ട് അദ്ദേഹം കുക്ക് ചെയ്യാൻ പോകുമ്പോഴും ജോലി ചെയ്യാൻ പോകുമ്പോഴും കയ്യിൽ ഇങ്ങനെ വെച്ചേക്കും. ആ തുണ്ട് പേപ്പറെ നോക്കിയിട്ട് ഇങ്ങനെ ശ്ലോകം പഠിക്കും. സർവധർമ്മ പരിത്യജ്യ മാമേക ശരണം വ്രജ. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ആ മിഷനെ പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഓരോ ശ്ലോകം കാണും. അങ്ങനെ ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങളും കാണും, ബൈഹർട്ടാക്കി അദ്ദേഹം. അപ്പം ആ ഇന്റലിജൻസ് ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. ഇദ്ദേഹം എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫ്? അദ്ദേഹം 4 കാലിൽ വെള്ളം അടിച്ച് 3-4 പേര് പിടിച്ചുകൊണ്ട് എടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നടന്ന ആള് വെറും, അതായത് നിങ്ങൾക്കറിയാം, ലേബർ കാറ്റഗറിയിലുള്ള ആളെ മോശമായിട്ട് ഞാൻ പറയുന്നില്ല. അവരുടെയൊക്കെ ക്യാമ്പിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്നൊക്കെ വരുന്ന വർത്തമാനവും വളരെ വൃത്തികെട്ട സംസാരങ്ങളാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്യാമ്പിൽ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരാൾ നിൽക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ എന്നിട്ടും ആ പ്രതികൂല സാഹചര്യത്തിലും ടെർമിനേഷൻ കിട്ടുന്നവരെ അവിടെ നിന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഭഗവാൻ അങ്ങനെയുള്ള ആൾക്കാരോട് ഒരുപാട് ഇഷ്ടമായിരിക്കും. നമ്മൾ ഈ പ്രതിസന്ധിയിൽ എല്ലാ ഹൈഫൈ സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ ചിലപ്പോൾ നോക്കത്ത് പോലും ഇല്ലായിരിക്കും അല്ലേ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ഭഗവാന്റെ ഭക്തിയുത സേവനം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വ്യക്തികള് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവര് ഫോൾ ഡൗൺ ആയെന്ന് വിചാരിക്കുക, പക്ഷെ ഭഗവാൻ അവരെ കൈവിടിയില്ല. ആ ശ്ലോകം ഏതാണ്? നമ്മേ ഭക്ത പ്രണശ്യതി.
ഞാൻ ഒരിക്കലും എന്റെ ഭക്തരെ കൈവെടിയില്ല. ഇതൊരു വാക്ക് തന്നിരിക്കുകയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാൻ പറയുന്ന വാക്കുകളൊക്കെ ഭഗവാൻ ചിലപ്പം മാറ്റി പറയും, അല്ലെ? ഭഗവാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഭഗവാൻ കള്ളത്തരം കാണിക്കുന്ന, പക്ഷെ ഭക്തന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാൻ അത് തെറ്റിക്കില്ല എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാന്റെ ഭക്തൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തെറ്റിക്കില്ല. നമ്മേ ഭക്ത പ്രണശ്യതി, അതായത് അർജുനോട് പറയുന്നതാണ്, എന്റെ ഭക്തന് ഒരിക്കലും ഞാൻ വീഴ്ച വരാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഉദാഹരണങ്ങൾ പുരാണത്തിലുണ്ട്. അജാമിള മോക്ഷം, അല്ലെ? അജാമിളിന് എങ്ങനെ 10-24 വയസ്സ് വരെ ബ്രാഹ്മണ്യം, ശുദ്ധ ബ്രാഹ്മണനായിരുന്നു, അല്ലെ? അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ ഒരു വേശ്യാ സ്ത്രീയുമായിട്ട് സംഘം കൂടുകയും അങ്ങനെ അദ്ദേഹം അവരുടെ കൂടെ താമസമാക്കുകയും അവരുടെ കൂടെ ഭക്ഷണങ്ങൾ കഴിക്കുകയും നോൺ വെജ് കഴിക്കുകയും അങ്ങനെ പലതും ചെയ്തു. പക്ഷെ ആകെ ചെയ്ത കാര്യം 10 മക്കളുടെ 10ാമത്തെ മോന് നാരായണൻ എന്ന് പേരിട്ടു. അദ്ദേഹം ഏക ചെയ്ത. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ സമയത്ത് അവസാന സമയത്ത് ഭഗവാൻ ഇളയ പുത്രനെ വിളിക്കാനായിട്ടുള്ള ഓർമ്മ കൊടുത്തു. വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചപ്പോ ഇളയ പുത്രനെ വിളിച്ചു. യമദൂതന്മാർ ഇങ്ങനെ കയറിട്ട് വരിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്താണ് നാരായണ എന്ന് വിളിച്ചത്. അപ്പം എന്ത് ചെയ്തു? വിഷ്ണു ദൂതന്മാര് വന്നിട്ട് അവരെ ആട്ടി ഓടിച്ചു. എന്നിട്ട് വിഷ്ണു പാർഷദന്മാര് പറയുവാണ്, താങ്കൾ എന്ത് ചെയ്യണം? ഇത്രയും കാര്യം ചെയ്ത അധർമ്മങ്ങൾ ചെയ്തു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇനി എന്താണ്? ബദരികാശ്രമത്തിൽ പോയി തപസ്സിരുന്നിട്ട് അവിടെ നേരെ വൈകുണ്ഠത്തിലേക്ക് പോരാ. ഇത്രയും നാള് ചെയ്ത പാപകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ബദരികാശ്രമത്തിൽ പോയിട്ട് വർഷങ്ങൾ തപസ്സിരിക്കേണ്ടി വന്നു. അല്ല, വൈകുണ്ഠത്തിലേക്ക് പോവാ അത്ര ഈസി ഒന്നുമല്ല. നമ്മൾ അജാമിള മോക്ഷം എന്ന് പറഞ്ഞാൽ വയസ്സായി കഴിയുമ്പം കാല് നീട്ടിയിരിക്കുമ്പോൾ പോകാൻ നേരത്ത് ആരെങ്കിലും നാരായണ എന്ന് മക്കളെ വിളിച്ചാലൊന്നും അങ്ങനെ പോകത്തില്ല. കാര്യം അദ്ദേഹം ചെയ്ത 10-24 വർഷം ചെയ്ത പ്യുവർ ഡിവോഷണൽ സർവീസ് ഭഗവാൻ കണ്ടു, അല്ലെ? അതുകൊണ്ട് അദ്ദേഹത്തിന് വീഴാനായിട്ട് ഭഗവാൻ അനുവദിച്ചില്ല. അവസാന കാലത്ത് വിഷ്ണു പാർഷദന്മാരെ വിട്ടിട്ട് ഓർമ്മ കൊടുത്തു. ബദരികാശ്രമത്തിൽ പോയി തപസ് ചെയ്തു. ബാക്കി കാലം കൊണ്ട് വൈകുണ്ഠപ്രാപ്തി ലഭിച്ചു. അങ്ങനെ ഈ ചിത്രകേതുവിന് എന്താണ് സംഭവിച്ചത്? ആകാശമാർഗെ പോകുമ്പോഴത്തേക്കിനും എന്താണ്? പാർവതി ദേവി ശിവൻ ഭഗവാന്റെ മടിയിലിരിക്കുന്നത് കണ്ടു. അപ്പൊ ഒന്ന് ചിരിച്ചുപോയി. അദ്ദേഹം ചിരിച്ചു പോയപ്പോഴത്തേനും മഹാദേവൻ എന്ത് ചെയ്തു? വൈഷ്ണവനായ യഥാശംഭുവായ കാരണം ഇദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണെന്ന് അറിയാവുന്ന കാരണം അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് അങ്ങനെ ക്ഷിപ്രകോപിയാണെങ്കിലും ഭഗവാന്റെ കൃഷ്ണഭക്തന്മാരോട് അദ്ദേഹം ഒരിക്കലും കോപിഷ്ഠനാകത്തില്ല. കാര്യം കൃഷ്ണഭക്തന്മാരെ അദ്ദേഹം നമിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ പാർവതി മാതാവിന് ഭയങ്കര അത്യുഗ്രമായ കോപം ഉണ്ടാകുകയും പാർവതി മാതാവ് ഇന്ന് അസുരനായി പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ആരായി മാറി? ഹരിബോൽ. ആർക്കും ഓർമ്മയില്ലേ? ഹരിബോൽ. മാതാജിക്ക് 100 മാർക്ക്. ഭക്തിശാസ്ത്രിയൊക്കെ പഠിക്കുന്നത് വൃത്രാസുരനായി മാറി. അങ്ങനെ ആ വൃത്രാസുരൻ എന്ത് സംഭവിച്ചു? വൃത്രാസുരൻ ആരുടെ പുത്രനായിട്ടാണ് ജനിക്കുന്നത്? അയ്യോ ദൈവമേ, മറന്നുപോയല്ലേ? ത്വഷ്ടാവ്. ഇന്ദ്രന്റെ ഒരു സഹോദരനായിരുന്നു ത്വഷ്ടാവ്. ത്വഷ്ടാവിന്റെ ഒരു പുത്രനായ വിശ്വരൂപൻ. ത്വഷ്ടാവിന്റെ പുത്രനായ വിശ്വരൂപൻ അതായത് ഒരു പ്രാവശ്യം ഈ പറയുന്ന ദേവലോകത്ത് ദേവഗുരു ബൃഹസ്പതി വന്നപ്പോൾ ഇന്ദ്രൻ അപ്സരസന്മാരുമായി കൂത്താട്ടം നടത്തുകയായിരുന്നു. അപ്പൊ ദേവഗുരുവിനെ കണ്ടിട്ട് ബഹുമാനിച്ചില്ല. അപ്പൊ ദേവഗുരു എന്ത് ചെയ്തു? അവിടെ വിട്ടുപോയി. അപമാനിതനായിട്ട് ദേവലോകം വിട്ടുപോയി. അപ്പൊ എന്താണ്? ഇവർക്ക് എന്ത് കാര്യങ്ങൾ നടക്കും? ഗുരുവിന്റെ ആജ്ഞയില്ലാതെ ഒരു കാര്യവും ചെയ്യത്തില്ല. ഒരു പൂജയോ സേവയോ ഒരു കർമ്മങ്ങളും ചെയ്യാൻ പറ്റില്ല ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ. അപ്പൊ ഗുരുവിന്റെ സ്ഥാനം നികത്താനായിട്ട് ബ്രഹ്മദേവനോട് ചോദിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപൻ ഇതെല്ലാം പഠിച്ച ആളാണ്. പക്ഷെ എന്താണ്? ഇവരെ ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് ദേവലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിരിക്കുക. കാര്യം എന്താണ് ഭ്രഷ്ട് കൽപ്പിച്ചത്? ഒരു അസുര സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അസുര സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ദേവലോകത്ത് നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് ഇദ്ദേഹം ത്വഷ്ടാവ് വേറെ എവിടെയോ പോയി താമസിക്കുകയായിരുന്നു. അപ്പൊ ത്വഷ്ടാവിന്റെ പുത്രനാണ് വിശ്വരൂപൻ. വിശ്വരൂപനെ എല്ലാ പൂജാതി കർമ്മങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ ഗുരു ആകാൻ അനുയോജ്യനാണ്. ഗുരുവായിട്ട് ബൃഹസ്പതിക്ക് പകരം അവിടെ സ്ഥാനമേറ്റു. അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു യാഗയജ്ഞം നടത്തുമായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഓം സ്വാഹ എന്ന് പറഞ്ഞ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്തു? ദേവന്മാർക്കും അസുരന്മാർക്കും ഒരുപോലെ അതിന്റെ പങ്ക് കൊടുത്തു. അപ്പൊ ഇന്ദ്രൻ ഇത് കണ്ടുപിടിച്ചു. ഇന്ദ്രൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഉടനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്
അദ്ദേഹത്തിനെ വധിച്ചു ഇന്ദ്രൻ. ഇന്ദ്രനെ വധിച്ചു കഴിയുമ്പോൾ ത്വഷ്ടാവ് കോപിഷ്ഠനായിട്ട് എന്ത് ചെയ്തു? ത്വഷ്ടാവ് വേറൊരു യാഗം നടത്തി എന്ത് ചെയ്തു? ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ഇന്ദ്രനെ മന്ത്രം ചൊല്ലിയത് ത്വഷ്ടാവ് ചൊല്ലിയത് തെറ്റിപ്പോയി. ഇന്ദ്രനെ വധിക്കാൻ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രൻ ഉണ്ടാകണമെന്നാണ്. അത് തിരിഞ്ഞുപോയി, നാവ് പിഴച്ചു. സംസ്കൃതത്തിന്റെ ഉച്ചാരണം ഒരു ശകലം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ നാവ് പിഴച്ച് എന്ത് ചെയ്തു? ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രൻ ഉണ്ടായി. അതാണ് വൃത്രാസുരൻ. പക്ഷെ വൃത്രാസുരൻ ഇന്ദ്രനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അത്ര ശക്തിമത്താണ്. പക്ഷെ വൃത്രാസുരന്റെ പ്രേയേഴ്സ് ഉണ്ട് ഭാഗവതത്തില്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രേയേഴ്സ് ആണ്. നിങ്ങളത് പഠിക്കണം. പഠിക്കാൻ പറ്റുന്നവരും വായിക്കാൻ പറ്റുന്നവരും ഒക്കെ പ്രാർത്ഥിക്കണം. വളരെ വലിയ ഭക്തനാണ് ഭഗവാന്റെ. അസുരനാണെങ്കിൽ കൂടിയും പ്രഹ്ലാദനെ പോലെ തന്നെ ഉത്തമ ഭക്തനാണ്. ഇന്ദ്രന് ഒരിക്കലും വൃത്രാസുരനെ വധിക്കാൻ പറ്റത്തില്ല. അപ്പൊ വൃത്രാസുരൻ തന്നെ പറഞ്ഞു, എനിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നിന്നാൽ വധിക്കപ്പെടണം, അതുകൊണ്ട് നീ ഇന്ന പോലെ ചെയ്യണം. ദധീചി മഹർഷിയുടെ നട്ടല് എരന്ന് വാങ്ങിയിട്ട് അതുകൊണ്ട് വജ്രായുധം പണിയ, ആ വജ്രായുധം വെച്ചിട്ട് തന്നെ വധിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞ വിദ്യ വരെ ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇന്ദ്രൻ പോയി ദധീചി മഹർഷിയോട് യാചിച്ച് ദധീചി മഹർഷി എന്ത് ചെയ്യും? നട്ടല്ലൂരി കൊടുത്തു. അതുകൊണ്ട് വജ്രായുധം ഉണ്ടാക്കി. ആ വജ്രായുധം പ്രയോഗിക്കാനും അറിയത്തില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? വൃത്രാസുരൻ ഇന്ദ്രനെ നേരെ വിഴുങ്ങി. അപ്പൊ വിഴുങ്ങി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ശ്വാസം മുട്ടി പുറത്തു വരാൻ വേണ്ടിയിട്ട് വജ്രായുധം ഉപയോഗിച്ച് പുറത്ത് വയറ് കീറി പൊളന്ന് പുറത്തു വന്ന് അങ്ങനെ വൃത്രാസുരൻ മോക്ഷം കിട്ടി പോവുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ ഒരു ഭക്തൻ, ഈ പറയുന്ന ഭഗവാന്റെ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എവിടെ തൊട്ട് വരുന്നതാണ്. ഇതിന്റെ പുറകിൽ വേറൊരു ചരിത്രം കൂടി ഉള്ളതാണ്. സമയമില്ലാത്ത കാരണം പറയുന്നില്ല. അതറിയാമല്ലോ. ഒരു കുട്ടി ഉണ്ടായപ്പോഴത്തേനും മരിച്ചു പോയതും എന്നിട്ട് നാരദമുനി ആ കുട്ടിയെ ജീവിപ്പിച്ചതും ആ രാജാവാണ്. ഓക്കെ, അപ്പം അതിനൊക്കെ ഒരു ഫാസ്റ്റ് സമയമുണ്ട്. അപ്പൊ നമ്മൾ അജാമിളനെ എടുത്താലും ചിത്രകേതുവിന്റെ എടുത്തു കഴിഞ്ഞാലും അതുപോലെ ഏത് ഭക്തന്മാര് നമ്മൾ ഭക്തിയുത സേവനത്തിൽ വീഴ്ചകൾ പറ്റിക്കഴിഞ്ഞാൽ അവർ പ്യുവർ ഭക്തന്മാരായിരുന്നുവെങ്കിൽ പിന്നീട് വീഴ്ച പറ്റിക്കഴിഞ്ഞാലും ഭഗവാൻ അവരെ ഉയർത്തും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവത് ഭക്തിയുത സേവനത്തിനായി ധർമാനുസൃത കർമ്മങ്ങൾ പരിത്യജിക്കുന്ന ഒരാൾ ചിലപ്പോൾ അപക്വമായ അവസ്ഥയിൽ അധപതിച്ചേക്കാം. അപക്വമായ അവസ്ഥയിൽ. എന്നിരുന്നാലും അയാളുടെ പരാജയത്തിൽ യാതൊരു ആപത്തുമില്ല. അഥവാ ധർമാനുസൃത കർമ്മത്തിൽ പൂർണ്ണ നിരതനെങ്കിലും അഭക്തൻ യാതൊരു നേട്ടവും പ്രാപ്തമാക്കുന്നില്ല. പക്ഷെ അഭക്തനാണെങ്കിലോ, ഒന്നും ചെയ്തിരിക്കുന്ന അഭക്തരോ, ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. എന്നാൽ ഭക്തനായിരുന്ന ഒരാൾക്ക് അധപ്പതനം സംഭവിച്ചാലും നമ്മൾ എന്താണ്, അടുത്ത ജന്മമാണ് എങ്കിൽ പോലും ഇതിന്റെ ബാക്കി ചെയ്താൽ മതി. നമ്മുടെ അക്കൗണ്ടിൽ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. അത്രയും നാള് ചെയ്ത ഭക്തിയുത സേവനം അല്ലേ? നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മളിപ്പോ നാളെ തൊട്ട് കൃഷ്ണാബോധം വിട്ടെന്ന് വിചാരിച്ചു, ഇന്ന് വരെ ചെയ്തത് നമ്മളുടെ ഡെപ്പോസിറ്റിൽ അവിടെ കിടക്കും. അതിന്റെ ബാക്കി അടുത്ത ജന്മത്തിൽ ചെയ്താൽ മതിയായിരിക്കും. ഇതാണ് കൃഷ്ണാബോധം നമുക്ക് തരുന്ന ഉറപ്പ് അല്ലേ? പക്ഷെ ഈ ഭൗതികതയിലുള്ള ആൾക്കാരോടൊന്നും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മനസ്സിലാകില്ല. ഇനി അടുത്ത 18ാമത്തെ ശ്ലോകം. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേ യൽ പ്രമദാമുപര്യഥാ തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഹീര ഹംസാം. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേ യൽ പ്രമദാമുപര്യഥാം തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരഹംസാം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. കറണ്ട് പോയി. വായിക്കാൻ പറ്റില്ല. ഇവിടെ അപർണ മാതാ, ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ 2 ഡിവോട്ടീസ് ഓൺലൈനിലുള്ളവർ ഇന്ന് എന്റെ അടുക്കൽ വന്ന് ഇരിപ്പുണ്ട്. അപർണ മാതാജിയും പിന്റു പ്രഭു ഉണ്ട്. അപ്പൊ അവരിവിടെ ഇരുന്ന് ഫിസിക്കലി ആണ് കേൾക്കുന്നത്. ഇന്ന് എനിക്ക് വന്ന് ഒരുപാട് സേവയൊക്കെ ചെയ്തു. അവര് എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞുകൊണ്ട് എത്തിച്ചേർന്നാണ്. എനിക്ക് പ്രസാദമൊക്കെ ആയിട്ട് എത്തിച്ചേർന്ന് ഒരുപാട് സേവയൊക്കെ ചെയ്തു എന്ന് ഇവിടുത്തെ എന്റെ ഞാനിപ്പോ മാതാജിയൊക്കെ നാട്ടിൽ പോകാറ് ഞാൻ ഒറ്റയ്ക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടായത് എന്ന് പ്രാർത്ഥിക്കുന്നു.
അപ്പൊ മാതാജി വായിച്ചു. യൽ പ്രമദാതു ഉപര്യാദഃ തല്ലഭ്യതേ പദന്യത സുഖം കാലേന. ഹരേ കൃഷ്ണ. ശോഭന മാതാജി ഉണ്ടോ? മാതാജി അവൈലബിൾ ആണോ? ഉണ്ട് പ്രഭു. വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. തസ്യേവ ഹോതു പ്രയദതേ കോവിദോ ന ലഭ്യതേ യൽബുധാമുപര്യത യൽ പ്രമദാമുപരദ്ധ്യത ഭ്രമദാപര്യത തല്ലഭ്യതേ ദുഃഖഗദാദ്യത സുഖം കാലേന്നെ സർവത്ര ഗംഭീർ ഹംസ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതിന്റെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭാ. തസ്യ ലക്ഷ്യത്തിന് വേണ്ടി ഏവ മാത്രം ഹേതു പ്രയതേത ഉദ്യമിക്കണം. കോവിത ദാർശനികമായ പ്രവണതയുള്ള ഒരുവൻ ന അല്ല ലഭ്യതയിൽ ലഭിച്ചില്ല. എൽ എന്ത് പ്രമദാൻ ചുറ്റി സഞ്ചരിക്കുന്നു. ഉപരി അധ മുകളിൽ നിന്നും താഴേക്ക് അൽ ആ ലഭ്യതയെ നേടാൻ കഴിയുന്നു. ദുഃഖവൽ ക്ലേശങ്ങളെ പോലെ അന്യത പൂർവകർമ്മഫലമായി സുഖം ഇന്ദ്രിയ ആസ്വാദനം കാലേന കാലക്രമേണ സർവത്ര എല്ലായിടത്തും ഗഭീര സൂക്ഷ്മ രഹസ പുരോഗതി. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. യഥാർത്ഥ ബുദ്ധിയുള്ളവരും ദാർശനിക മനച്ചായ്വുള്ളവരുമായ വ്യക്തികൾ അത്യുന്നത ഗ്രഹമായ ബ്രഹ്മലോകം മുതൽ അത്യന്തം താഴ്ന്ന ഗ്രഹമായ പാതാള ലോകം വരെ പര്യടനം ചെയ്താൽ പോലും ലഭ്യമല്ലാത്ത ആ സ്വദേശമായ അന്ത്യത്തെ പ്രാപ്തമാക്കാൻ മാത്രമായി നിശ്ചയമായും യത്നിക്കണം. ഇന്ദ്രിയാസ്വാദനത്തിൽ നിന്നും ലഭ്യമാകുന്ന സന്തോഷത്തെ സംബന്ധിച്ചിടത്തോളം അവ കാലാനുഗതമായി താനെ നാം ആഗ്രഹിക്കാത്ത ക്ലേശങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും താനെ വന്നു ചേരുന്നത് പോലെ യഥാകാലം നമുക്ക് പ്രാപ്തമാകുന്നു. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം നമുക്ക് സവിതാ മാതാജിക്ക് ഒന്നും ഇല്ലല്ലേ? ഇനിയുള്ളത് മല്ലിക മാതാജി ഭാവാർത്ഥമായി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം ശില പ്രഭാജി. നാനാവിധങ്ങളായ ഉദ്യമങ്ങളാൽ ഏറ്റവും അധികം ഇന്ദ്രിയാസ്വാദനം ആർജിക്കുന്നതിനായി ഓരോ വ്യക്തിയും പരിശ്രമിക്കുകയാണ്. കച്ചവടം, വ്യവസായം, സാമ്പത്തിക പുരോഗതി, രാഷ്ട്രീയ പരമാധികാരം തുടങ്ങിയവയിൽ ചിലർ വ്യാപൃതരായിരിക്കുന്നു. മറ്റു ചിലർ സന്തോഷഭരിതമായ അടുത്ത ജന്മത്തിനായി ഉന്നതഗ്രഹ പ്രാപ്തിക്കായി സത്കർമ്മങ്ങളിൽ നിരതരായിരിക്കുന്നു. സോമരസപാനത്താൽ ആധിക്യമായ ഇന്ദ്രിയാസ്വാദനത്തിന് യോഗ്യരാണ് ചന്ദ്രലോകവാസികളെന്നും പിതൃലോകം ശ്രേഷ്ഠമായ ദാനധർമ്മങ്ങളാൽ പ്രാപ്തമാകുന്നുവെന്നും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അവണ്ണം ഈ ജീവിതത്തിലും തുടർ ജീവിതത്തിലും ഇന്ദ്രിയാസ്വാദനത്തിന് നിർദ്ദിഷ്ടമായ പദ്ധതികളുണ്ട്. ചിലർ യാതൊരുവിധ സത്കർമ്മങ്ങളും നിർവഹിക്കാതെ ചന്ദ്രൻ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ എത്തിച്ചേരാൻ അത്യന്തം ഉത്സുകരാകയാൽ യന്ത്രസഹായത്തോടെ എത്തിച്ചേരാൻ പരിശ്രമിക്കുന്നു. എന്നാൽ അത് സംഭവ്യമല്ല. പരമോന്നതന്റെ വിധാനമനുസരിച്ച് ഓരോ ജീവാത്മാക്കളുടെയും കർമാനുസരണം വ്യത്യസ്ത പദവിയിലുള്ള ജീവാത്മാക്കളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വിവിധ ഗ്രഹങ്ങൾ. ധർമ്മശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള സൽക്കർമാനുഷ്ഠാനത്തിലൂടെ മാത്രമേ സൽകുടുംബത്തിൽ ജനനം, സമ്പത്ത്, ഉയർന്ന വിദ്യാഭ്യാസം, ആകർഷകമായ രൂപസൗന്ദര്യം എന്നിവ ലഭ്യമാകുന്നുള്ളൂ. ഈ ജന്മത്തിൽ തന്നെ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസവും ധനവും സൽക്കർമ്മത്താൽ ലഭ്യമാകുന്നത് നാം കാണുന്നു. അതേപോലെ അടുത്ത ജന്മത്തിൽ അത്തരം അഭികാമ്യമായ പദവികൾ സൽക്കർമ്മത്താൽ മാത്രമേ പ്രാപ്തമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരേയിടത്ത് ഒരേ സമയം ജനിച്ച രണ്ടുപേർ പൂർവ കർമാനുസൃതമായി വ്യത്യസ്തമായ സാമുദായിക പദവിയിൽ അവസ്ഥിതമാകുകയില്ല. എന്നാൽ ഇത്തരം എല്ലാ ഭൗതിക പദവികളും താൽക്കാലികങ്ങളാണ്. സ്വകർമാനുസരണം ലഭിക്കുന്ന അത്യുന്നതമായ ബ്രഹ്മലോകവും അത്യന്തം നിമ്നമായ പാതാള ലോകവും എല്ലാം സ്ഥിരതയില്ലാത്തവയാണ്. ദാർശനിക മനച്ചായ്വുള്ള വ്യക്തികൾ
ഇത്തരം അസ്ഥിര പദവികളിൽ പ്രലോഭിതരാകരുത്. ദുരിതപൂർണമായ ഭൗതിക ലോകങ്ങളിൽ ഏതോ ഒരു ഗ്രഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ നിർബന്ധിക്കപ്പെടാത്ത പരമാനന്ദവും ജ്ഞാനപൂർണവുമായ അനശ്വര ജീവിതം പ്രാപ്തമാക്കാൻ പരിശ്രമിക്കണം. ഭൗതിക ജീവിതത്തിന്റെ ഇരു സവിശേഷതകളാണ് ക്ലേശവും കലർപ്പുള്ള സന്തോഷവും. അവ ബ്രഹ്മലോകത്തിലും മറ്റുള്ള ലോകങ്ങളിലും ലഭ്യമാകുന്നു. ദേവന്മാരുടെ ജീവിതത്തിലും നായ്ക്കളുടെയും പല്ലികളുടെയും ജീവിതത്തിലും അവ ലഭ്യമാണ്. സർവ്വജീവാത്മാക്കളുടെയും ക്ലേശങ്ങളും മിശ്രിത ആനന്ദവും വ്യത്യസ്ത തോതിലും ഗുണത്തിലുമുള്ളവ മാത്രമാകുന്നു. എന്നാൽ ആരും തന്നെ ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ ക്ലേശങ്ങളിൽ നിന്ന് വിമുക്തരല്ല. അതേപോലെ ഏവർക്കും അവരുടേതായ വിധിവിഹിതമായ ആനന്ദവുമുണ്ട്. സ്വകീയ ഉദ്യമങ്ങളാൽ ആർക്കും തന്നെ ഇക്കാര്യങ്ങൾ ഒട്ടും അധികമായോ സമാനമായോ ലഭിക്കുന്നില്ല. ഇനി അവ ലഭ്യമായാൽ തന്നെയും വീണ്ടും നഷ്ടപ്പെടാവുന്നതാണ്. ആകയാൽ ഈ സാരഹീനമായ കാര്യങ്ങളിൽ നാം സമയം പാഴാക്കരുത്. ഭഗവത് ധാമത്തിലേക്ക് മടങ്ങി പോകുവാനായി മാത്രം നാം ഉദ്യമിക്കണം. ഏവരുടെയും ജീവിത ദൗത്യവും അത് തന്നെയാകണം. ഹരേ കൃഷ്ണ പ്രഭുദേ. ഹരേ കൃഷ്ണ. നമ്മളപ്പം നമ്മുടെ ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്രാണികള്, പക്ഷികള്, അതുപോലെ തന്നെ ചെറിയ ജീവികൾ തൊട്ട് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യര്, നമ്മളുടെ വീട്ടിലുള്ളവര്, അതുപോലെ തന്നെ നമ്മൾ ദിവസവും കണ്ടുമുട്ടുന്ന ആൾക്കാര്, അത് കഴിഞ്ഞിട്ട് നമ്മളെക്കാളും വേറൊരു ഭൂതപ്രേത പിശാചുകൾ എന്ന് പറഞ്ഞ അവസ്ഥയിൽപ്പെട്ട ആൾക്കാര്, അതിനുശേഷം യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര് എന്ന് പറയുന്ന ഒരു കൂട്ടര്, പിന്നെ കുറെ തപസ്സികള്, യോഗികള്, അതിനുശേഷം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ദേവന്മാര്, ദേവലോകം, പിന്നെ നമ്മുടെ ബ്രഹ്മലോകം. ഈ പറയുന്ന ഈ സ്റ്റേജിൽ പോകുന്ന എല്ലാ ജീവാത്മാക്കളും എന്തുകൊണ്ടായിരിക്കണം ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നത്? അവരുടെ എല്ലാം കർമ്മഫലങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാലോ അല്ലെ. എന്തുകൊണ്ട് നമ്മളുടെ മുൻപിൽ ഓടിപ്പോകുന്ന ഒരു പാറ്റ ആ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ കർമ്മഫലം കൊണ്ടാണ് അല്ലെ. അതുപോലെ തന്നെ ഓരോ കർമ്മബന്ധങ്ങൾ കൊണ്ടാണ് നമ്മൾ വീട്ടിൽ എത്തുന്നത് അല്ലെ. പല ജീവാത്മാക്കള് ഏതെങ്കിലും തരത്തിൽ, അതായത് നമ്മളെ ഒരാള് വിഷമിപ്പിച്ചു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിന് നമ്മളോട് എന്തോ പൂർവ്വജന്മ കർമ്മബന്ധം ഉണ്ട്. അത് തീർക്കാനായിട്ട് നമുക്ക് പകരം വീട്ടാനായിട്ട് അദ്ദേഹം ഇപ്പൊ നമ്മുടെ മുൻപിൽ വന്നിരിക്കുക. നമ്മളുടെ മുമ്പിൽ ഒരു ഓഫീസർ നമ്മളെ വിഷമിപ്പിച്ചുവെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മം എന്തെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടാവണം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കർമ്മബന്ധം ഉണ്ടായിട്ടാണ് നമുക്ക് അത് തീർച്ചയായിട്ടും കേൾക്കേണ്ടി വന്നത്. അതുപോലെ ഓരോ കർമ്മബന്ധങ്ങളിൽ നമ്മളെ ഇങ്ങനെ ബന്ധിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാം വിചാരം, നമ്മൾ ഒരാളെ കൃഷ്ണാബോധത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. ആൾക്കാരെന്താണ് വിചാരിക്കുന്നത്? ഉടനെ നോൺ വെജ് ഉപേക്ഷിക്കണല്ലോ എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാരുടെ ഒരു പേടി അല്ലെ. അതാണ് പ്രധാനമായിട്ടും പല ആൾക്കാരും വരാത്തത്, നോൺ വെജ് ഉപേക്ഷിക്കുന്നത്. പിന്നെ അടുത്തത് നിയമവും നിബന്ധനകളും അല്ലെ. ഭഗവാൻ ഓഫർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദനമാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളുടെ ഈ ചെറിയ സുഖങ്ങൾ പോലും നമുക്ക് ഒന്ന് ഭഗവാന് വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്ട് നമ്മൾ തയ്യാറല്ല. കാര്യം നമ്മൾ വിചാരിക്കുന്ന ബാക്കിയുള്ള ആസ്വാദനമാണ് ഏറ്റവും വലുതെന്ന്. കാര്യം അത് എത്ര നൈമിഷികമാണെന്ന് നമുക്കറിയത്തില്ല അല്ലെ. നമുക്കറിയാം ചെറു പ്രാണികൾ മുതല് ജീവികൾ മുതല് ഈ ബ്രഹ്മദേവൻ വരെയുള്ള ആൾക്കാർക്ക് ഒരു കാര്യത്തിൽ ആണ് ഭയമുള്ളത്, എന്നാണ് മരണഭയം അല്ലെ. നമുക്കറിയാം പക്ഷികളൊക്കെ ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നുണ്ടെങ്കിലും അവർ ഏത് സമയം ഇങ്ങനെ തല ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ശത്രുക്കൾ വരുന്നുണ്ടോ, അല്ലെ പരുന്ത് അതിനെ വന്ന് പിടിക്കും, അല്ലെ വേറെ ആരെങ്കിലും വന്ന് മറ്റു പക്ഷികൾ ഉപദ്രവിക്കും അല്ലെ. ഒരു പൂച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണില്ല, ആരെങ്കിലും വന്ന് അതിനെ ഉപദ്രവിക്കുക, അല്ലെ അതിന്റെ ഭക്ഷണം എടുക്കുവോ. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും പേടിയുണ്ട് അല്ലെ. അപ്പൊ പേടി എന്ന് പറഞ്ഞാൽ ശത്രുഭയവും ഉണ്ട്, മരണഭയവും ഉണ്ട്. നമ്മൾക്കൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭയം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മള് ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ പോന്നിരിക്കുന്ന ഒരു ഭയമാണ് മരണഭയം അല്ലെ. അപ്പൊ അതില്ലാത്ത ഒരു വ്യക്തികളും ഇല്ല. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം വേണേലും ഇതേ മരണം വന്ന് കാലിന് എപ്പം വേണേലും വന്ന് കൊണ്ടുപോയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കാന്ന് ഡയലോഗ് എത്ര പേര്, നമ്മളടക്കം ജ്ഞാനാമിക മാതാജി അടക്കം എത്ര പേര് നമ്മൾ ഘോരം പ്രസംഗിച്ചു കഴിഞ്ഞാലും ഇത് നമുക്ക് എല്ലാവർക്കും, ഞാൻ 3-4 എക്സാമ്പിൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ, ഈ മരണഭയം എന്ന് പറയുന്ന സാധനം നമ്മളുടെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. ജനിച്ചോ നമ്മളുടെ കൂടെ ഇത് കൂടെ ഉണ്ട്, നമ്മളുടെ കൂടെ ഉണ്ട് അല്ലേ.
അപ്പൊ അത്രയ്ക്ക് ഈസി പോകണമെങ്കിൽ എങ്ങനെ നമ്മൾ പൂന്താനം ഒക്കെ ആയിരിക്കണം അല്ലെ, പൂന്താനോ കുറൂരമ്മയൊക്കെ ആയിരിക്കണം അല്ലെ, നമ്മൾ അത്ര ഈസി ജീവൻ വിട്ടിട്ട് പോകണമെങ്കിൽ. അല്ലെങ്കിൽ നല്ല 10,000 തേള് കടിക്കുന്ന വേദന അനുഭവിച്ച ഇത് ഇവിടുന്ന് പോകത്തുള്ളൂ. ഈ സോള് അല്ലെങ്കിൽ ആത്മാവ് ഇവിടുന്ന് പോകണമെങ്കിൽ അത്രയും പെയിൻ എടുക്കണം. അപ്പൊ നമുക്കൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ ഇത് പുറത്തു വിടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാതാക്കണം. നമ്മളുടെ ഇന്ദ്രിയ സുഖങ്ങൾ എന്താണ്? ആദിദൈവിക, ആദിഭൗതിക, ആധ്യാത്മികം, ഈ ക്ലേശങ്ങളിൽ കൂടെ ഈ പ്രകൃതിയിൽ ജനിച്ച എല്ലാവർക്കും കടന്നു പോകേണ്ടി വരും അല്ലെ? കടന്നു പോകണോ വേണ്ടയോ? ആദിദൈവികം ദൈവമായിട്ട് കൊണ്ടിരുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ? മറ്റ് ജീവജാലങ്ങൾ നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്കിട്ട് ചെയ്യുന്ന കാര്യങ്ങള്, ദോഷങ്ങള്, ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെന്താണ്? ഈ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കും. ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് പ്രശ്നം, എനിക്ക് അതില്ല, എനിക്ക് കുറച്ച് സൗന്ദര്യം കുറഞ്ഞു പോയി, അല്ലെ എനിക്ക് കുറച്ച് കഴിവ് കുറഞ്ഞു പോയി, അവൻ എന്നെക്കാളും ഇതായി പോയി, അവന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അവന് IAS കിട്ടി, ഇത് കിട്ടി, ഇങ്ങനെ ഈ കമ്പാരിസൺ ചെയ്ത് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ശത്രുതകൾ ഒരുപാട് കൂടുതലാണ് അല്ലെ, മനസ്സ്. അപ്പം അങ്ങനെ ഈ ത്രിവിധ ക്ലേശങ്ങള് ആർക്കും ഉണ്ടല്ലേ. അപ്പൊ ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മള് എന്താണ് ഒരു അല്പസമയത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് പുറകെ പോകുന്നത്. അതാണ് ഏറ്റവും വലുത്. അതായത് എന്തെങ്കിലുമൊക്കെ സാധാരണ ഈ നാട്ടിൻപുറത്തുള്ള ഒരു പറച്ചിൽ എന്താണ്? നമ്മള് നല്ലതുപോലെ എന്തെങ്കിലും ഭക്ഷണവും കഴിച്ച് നല്ലപോലെ എൻജോയ് ചെയ്ത് എല്ലായിടവും ഒക്കെ ചുറ്റി കറങ്ങി നല്ല അടിച്ച് പൊളിച്ചിട്ട് ഈ ജീവിതം നാളെ എന്താവും അറിയോ? അടുത്ത ജന്മം എന്താവും അറിയോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ? ആരാണ് ഇത് കണ്ടത്? അതൊക്കെ വെറുതെ പറയുന്നത്. നമ്മള് നല്ലപോലെ നോൺ വെജ് ഒക്കെ കഴിച്ച് ഇഷ്ടാനുസരണം കഴിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ പോകുമ്പോ ഇന്ദ്രിയാസ്വാദനം കഴിയുമ്പോ കുറെ അസുഖങ്ങൾ ഇതിന്റെ ബാക്കി പത്രമായിട്ട് വരും. പിന്നെ ഒരിക്കലെങ്കിലും ഒരു പരമസത്യം ഏതാണെന്ന് അന്വേഷിക്കുന്നുണ്ടോ? അപ്പൊ എത്ര ജന്മങ്ങൾ പിന്നെ പട്ടിയും പൂച്ചയായിട്ട് വീണ്ടും ജീവിക്കേണ്ടി വരും അല്ലെ? അതൊന്നും അവരറിയുന്നുമില്ല. പരമസത്യം അവർക്ക് അന്വേഷിക്കാനുള്ള താല്പര്യവുമില്ല. ഈ ഒരു ജന്മം എങ്ങനെയെങ്കിലും ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് വെറും മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോവാം. പരമസത്യത്തെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല. സുപ്രീം ട്രൂത്ത് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു അല്ലെ? അത് പരമസത്യതാണ്. സത്യം പരന്തീമഹി, ഇതാണ് പരമസത്യം എന്ന് ആചാര്യന്മാര് പറഞ്ഞു നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഇതാണ് നമുക്ക് പറ്റുന്ന വീഴ്ചയും അല്ലെ? ആ പരമസത്യം മുൻപേ ഇരിക്കുക. ബാക്കിയുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാം മിഥ്യയാണ്. ഈ ഭൗതിക പ്രകൃതിയും പ്രപഞ്ചങ്ങളും എല്ലാം നശിച്ചു പോകുന്നതാണ്. ഒന്നും യാഥാർത്ഥ്യമല്ല. സ്ഥിരമായിട്ടുള്ളത് ഒന്നും മാത്രമേ ഉള്ളൂ. അത് ഭഗവാനാണ് പരമസത്യം. ബാക്കിയുള്ളതെല്ലാം മിഥ്യ. നമ്മൾ ഈ കാണുന്ന ശരീരം, നമ്മളുടെ ഈ വീട്, നമ്മളുടെ ഈ ജോലി, നമ്മളുടെ ഈ സൗന്ദര്യം, അതുപോലെ നമ്മളുടെ ഇതെല്ലാം തന്നെ മിഥ്യയാണ്. പരമസത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, സാക്ഷാൽ ഭഗവാൻ. അപ്പൊ എന്തുകൊണ്ട് ഈ പരമസത്യം പൂർണ്ണമായിട്ടുള്ളത് ഭഗവാൻ മാത്രമല്ല. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. പരിപൂർണനായിട്ടുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ. ബാക്കിയുള്ളതൊക്കെ വൈകല്യങ്ങളുള്ളതാണ്. ച്യുതി സംഭവിക്കാത്ത, വീഴ്ച സംഭവിക്കാത്ത, നമ്മൾ എന്ത് ചെയ്താലും വീഴ്ചയെ പറ്റുള്ളൂ. അച്യുതന് മാത്രമേ ച്യുതി ഇല്ലാത്ത, വീഴ്ച സംഭവിക്കാത്ത ആളുള്ളൂ. നമ്മളെല്ലാം ഫോളനാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ആ അച്യുതനെ എന്റെ കയ്യിൽ നമുക്ക് പിടിച്ചുകൂടാ? അതിലേക്ക് നമ്മൾ സറണ്ടർ ആകണം. നമ്മളുടെ ഈഗോ വെടിയണം. ലീവ് ഈഗോ. ആ ഈഗോ വെടിഞ്ഞ് ഞാൻ എന്തോ ആണെന്നുള്ള ആ ഈഗോ വെടിഞ്ഞ് നമ്മളിൽ തന്നെയാണ് സന്തോഷവും ദുഃഖവും എല്ലാം. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോ മറ്റുള്ള ജീവജാലങ്ങളോ ഒന്നുമല്ല, നമ്മൾ തന്നെയാണ്. ഈ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാം. മാതാജിക്ക് മനസ്സിലായോ? ജ്ഞാനാംബിക മാതാജി, നമ്മളിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം കാരണം നമ്മൾ തന്നെയാണ്, മറ്റൊരാളല്ല. എന്റെ മാതാജിയാണ് എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എന്റെ മാതാജി അല്ല എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം, ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കൃഷ്ണാബോധത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ? കൂടുതൽ ഭഗവാന്റെ സേവ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ചിന്തിക്കുകയാണ് അവര് കാരണമാണല്ലോ, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ ഇതെല്ലാം സെറ്റപ്പ് ആയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിട്ട് ചെയ്ത്. അതല്ല, ഏത് പ്രതിസന്ധിയിലും
നമ്മൾ കൈവിടാതെയുള്ള ഭഗവാനിലേക്കുള്ള ആ ഒരു സമർപ്പണം, ആ ശരണാഗതി, അതാണ് ഭഗവാൻ നോക്കുന്നതും കാണുന്നതും. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ശരിയാക്കി തരും. ഞാൻ ഓർക്കുകയും ചെയ്തു, എനിക്ക് 24 മണിക്കൂർ ഒരു ദിവസം പോരാ എന്ന് തോന്നുന്നു. കാര്യം 4 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം ഓഫീസിലൊക്കെ വരുന്നത്. പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് ഭഗവാൻ ടൈം എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും. 24 മണിക്കൂർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അറിയോ? 24 മണിക്കൂർ കൂടുക എന്തായാലും ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ നമുക്കുള്ള സമയം ഭഗവാൻ അറേഞ്ച് ചെയ്ത് തരും, ഉറപ്പാണത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോ. കൃഷ്ണബോധത്തിൽ കൃത്യമായിട്ട് നമുക്കുള്ള ടൈം എക്സ്പാൻഡ് ചെയ്ത് തരും. എന്ന് വെച്ചാൽ 24 മണിക്കൂർ 28 തരത്തില്ല. ഈ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ അത് ശരിയാക്കി തരും. അപ്പൊ അതാണ് കൃഷ്ണബോധത്തിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ അടുത്ത ശ്ലോകം 19. ന വൈ ജനോ ജാതു കദഞ്ചനാവ്രജേ മുകുന്ദ സേവ്യന്ന വദംഗ സംസൃതീം സ്മരൻ മുകുന്ദാഖ്യുപ അഗുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോ ജനഃ. ന വൈ ജനോ ജാതു കദഞ്ചനാവ്രജേ മുകുന്ദ സേവ്യന്യ വദംഗ സംസൃതീം സ്മരൻ മുകുന്ദാഖ്യുപ ഉപഗുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോജനാം. മാതാജിക്ക് കറണ്ട് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ സബിത മാതാജി. ഹരേ കൃഷ്ണ. ന വൈ ജനോ ജാതു കദഞ്ജനാ വ്രജേന മുകുന്ദ സേവ്യന്ന വദംഗ സംകൃതിം സ്മരൻ മുകുന്ദാ ക്രൂരപഗൂഹനം പുനർ വിഹാത്മുമിച്ഛേന രസഗ്രഹോ ജനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 19. ന വൈ ജനോ ജാതു കഥഞ്ജനാവ്രതേ മുകുന്ദ സേവ്യന്ന വദംഗ സംസൃതിം സ്മരൻ മുകുന്ദാഗ്രിപസൂഹനം പുനർവിഹാതുമിച്ഛേന രസഗ്രഹോ ജനഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയുടെ പദാനുപത തർജ്ജമ. ജയ ശിലപ്രഭാത. ന ഒരിക്കലും, വൈ നിശ്ചയമായും, ജന ഒരു വ്യക്തി, ജാതു ഏത് സമയത്തും, കഥഞ്ജന ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ, അവർ ജയിൽ വിധേയമാകരുത്. മുകുന്ദ സേവി ഭഗവത് ഭക്തൻ അന്യം വൽ മറ്റുള്ളവരെ പോലെ അംഗ അല്ലയോ എന്റെ പ്രിയപ്പെട്ട സംസ്കൃതിയും ഭൗതിക അസ്തിത്വം സ്മരൻ സ്മരിക്കുന്നു. മുകുന്ദ അംഗ്രി ഭഗവത് പാദകമലങ്ങളിൽ ഉപഗുഹനം സർവാത്മന അംഗീകരിക്കുക. പുനഃ വീണ്ടും വിഘാതും ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇച്ഛിക്കുന്ന ഒരിക്കലും രസഗ്രഹ രസം സ്വാദ് ആസ്വദിച്ച ഒരുവൻ ജനഹ വ്യക്തി. വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കിലെ സേസി ഭക്തിവദനം സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. അല്ലയോ പ്രിയ വ്യാസദേവ, ഒരു കൃഷ്ണഭക്തൻ ഏതെങ്കിലും വിധത്തിൽ അധപതിക്കാൻ ഇടയായാലും ഫലകാംക്ഷികൾ പോലെ ഉള്ളവരുടെ സമാനമായ ഭൗതിക അസ്തിത്വത്തെ അയാൾ നിശ്ചയമായും അനുഭവിക്കുകയില്ല. എന്തെന്നാൽ ഭഗവാന്റെ പാതാരവിന്ദ സുധയുടെ രുചി ഒരിക്കൽ ആസ്വദിച്ച ഒരാൾ സദാ ആ പരമാനന്ദ നിർവൃതിയെ സ്മരിക്കുകയല്ലാതെ വേറെ യാതൊന്നിലും ഏർപ്പെടുകയില്ല. ഹരേ കൃഷ്ണ. അതിന്റെ ഭാവാർത്ഥം കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. ഞാനാണ് പ്രഭു. അതെ അതെ. ഹരേ കൃഷ്ണ. രസഗ്രഹ അഥവാ ഭഗവത് പാദാരവിന്ദ സുധയുടെ മാധുര്യം ആസ്വദിച്ച ഒരാൾ ഭഗവത് ഭക്തൻ ഭൗതിക അസ്തിത്വത്തിന്റെ പരിശീലനങ്ങളിൽ താന് താല്പര്യമില്ലാത്തവനായി തീരുന്നു. സദാ അധോഗതിക്ക് പ്രവണമായ ഫലോദിഷ്ട ലൗകികരെ പോലെ ഹിതകരമല്ലാത്ത സംസർഗത്താൽ ഭഗവത് ഭക്തർ അധപ്പതിച്ച നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭഗവത് ഭക്തൻ അധപ്പതിക്കുന്നുവെന്നിരിക്കലും അവനെ അധപ്പതിച്ച ലൗകികനെ സമാനമായി ഒരിക്കലും പരിഗണിക്കരുത്. ഒരു കർമ്മി അയാളുടെ സ്വകർമ്മത്തിന്റെ പ്രത്യാഘാതങ്ങളാലാണ് ദുരിതം അനുഭവിക്കുന്നത്. അതേസമയം ഭക്തൻ ഭഗവാനാൽ സ്വയം ഏൽപ്പിക്കപ്പെടുന്ന ശാസനകളാൽ ഉദ്ധരിക്കപ്പെടുന്നു. ഒരു അനാഥ ബാലന്റെ ദുരിതങ്ങളും രാജാവിന്റെ പ്രിയ ശിശുവിന്റെ വിഷമതകളും സമാനങ്ങളല്ല. ഒരു അനാഥൻ ആരും സംരക്ഷിക്കപ്പെടാനില്ലാത്തതിനാൽ വാസ്തവികമായും പാവപ്പെട്ടവനാകുന്നു. എന്നാൽ ഒരു സമ്പന്നപുത്രൻ അനാഥന്റെ അതേ തലത്തിലായി കാണപ്പെടുന്നുവെങ്കിലും അവൻ സദാ സമർത്ഥനായ തന്റെ പിതാവിന്റെ ശ്രദ്ധയും കീഴിലാണ്.
ഒരു ഭഗവൻ ഭക്തൻ ദുഷിച്ച സംസർഗം നിമിത്തം ചിലപ്പോഴൊക്കെ സുഖഭോഗ കർമ്മികളെ അനുകരിക്കുന്നു. സുഖോപഭോഗ കർമ്മികളെ അനുകരിച്ചു. ഫലോദിഷ്ഠ കർമ്മികൾ ഭൗതിക ലോകത്തിന് അതീതമായി ഇതിനെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഒരു അഭിനവ ഭക്തൻ ഭക്തിയുക്ത സേവനത്തിന് പകരമായി ചില ഭൗതിക ശക്തികൾ സംഭരിക്കണമെന്ന് മൂഢമായി വിചാരിക്കുന്നു. അപ്രകാരമുള്ള മൂഢഭക്തരെ ചിലപ്പോഴൊക്കെ ഭഗവാൻ പ്രയാസങ്ങൾ അകപ്പെടുത്തുന്നു. സവിശേഷ പ്രീതിയായി അമിത വാത്സല്യത്തോടെ ഭഗവാൻ സർവ്വ ഭൗതിക സാമഗ്രികളും ഇല്ലാതാക്കുന്നു. അത്തരം പ്രവൃത്തിയിലൂടെ സംഭ്രാന്തനായ ഭക്തൻ സർവ്വ ബന്ധുക്കളും മിത്രങ്ങളും ഉപേക്ഷിക്കുന്നു. അപ്രകാരം അവൻ വീണ്ടും ഭഗവത് കൃപയാൽ സുബോധവാനായി തീരുകയും യഥാർത്ഥമായ ഭഗവത് സ്വപ്നത്തിൽ വ്യാപൃതനാവുകയും ചെയ്യുന്നു. അത്തരം പരിതാത്മാക്കൾക്ക് ഉന്നത യോഗ്യതയുള്ള ബ്രാഹ്മണ കുടുംബത്തിലോ അല്ലെങ്കിൽ സമ്പന്ന വാണിജ്യ കുടുംബത്തിലോ ജന്മമെടുക്കാനുള്ള ഒരു അവസരം കൂടി ലഭ്യമാക്കുമെന്ന് ഭഗവത്ഗീതയിൽ സുവക്തമായി അരുളി ചെയ്തിരിക്കുന്നു. അത്തരം പദവിയിലുള്ള ഒരു ഭക്തൻ ഭഗവാനാൽ കഠിനമായി ശാസിക്കപ്പെട്ട് ഭാഗ്യദൃഷ്ട നിസ്സഹായനായ ഒരു അവസ്ഥയെന്ന് തോന്നിപ്പിക്കുന്ന അവസ്ഥയിൽ അകപ്പെടുത്തപ്പെട്ട ആളോളം ഭാഗ്യവാനല്ല. ഭഗവത് ഇച്ഛയെ നിസ്സഹായനായി തീരുന്ന ഒരു ഭക്തൻ ഉന്നത കുടുംബത്തിൽ അല്ലെങ്കിൽ സമ്പന്ന കുടുംബത്തിൽ ജന്മം ലഭിച്ച ഒരുവനേക്കാൾ മഹാഭാഗ്യവാനാണ്. സൽക്കുടുംബത്തിൽ ജനിച്ച് അധപ്പതിക്കപ്പെട്ട ഭക്തൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ വിസ്മരിച്ചേക്കാം. എന്നാൽ നിരാലംബ അവസ്ഥയിലാക്കപ്പെട്ട ഭക്തൻ സദാസമയം നിസ്സഹായനാണെന്ന് സ്വയം ചിന്തിച്ച് ഭഗവാനെ അഭയം പ്രാപിക്കാൻ ദ്രുതമായി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മടങ്ങിയെത്തുന്നു. അതിനാൽ അയാൾ അത്യധികം ഭാഗ്യമുള്ളവനാകുന്നു. ഒരു ഭക്തന് ഭൗതിക ആസ്വാദനത്തിൽ താനായി താല്പര്യം നഷ്ടപ്പെടുന്ന വിധത്തിൽ അത്രത്തോളം ആത്മീയ മാധുര്യമുള്ളതാണ് ശുദ്ധ ഭക്തിയുടെ സേവനം. ഭക്തിയുടെ സേവന പുരോഗമനപരമായ പരിപൂർണതയുടെ സൂചനയാണിത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഒരു ശുദ്ധ ഭക്തൻ നിരന്തരം സ്മരിക്കുന്നു. ത്രിഭുവനങ്ങളിലെ സമസ്ത സമ്പത്തും പകരമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താലും ഒരു നിമിഷത്തേക്ക് പോലും ഭക്തൻ ഭഗവാനെ വിസ്മരിക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പിതാവിന് ഒരു 3-4 മക്കളുണ്ട്. അതിലെ ഒരാള് പുരോഗമിച്ച ആള്, ഒരാൾ അധപ്പതിച്ച ആളാണ്. പക്ഷെ പിതാവിനെ സംബന്ധിച്ച് എന്താണ്, എല്ലാവരെയും ഒരേപോലെയാണ് പിതാവ് കാണുന്നത് അല്ലെ. ഭഗവാനും അതുപോലെ നമ്മുടെ എല്ലാം പരംപിതാവാണ് അല്ലെ. അധപ്പതിച്ച ഒരാളെന്നോ അംഗവൈകല്യമുള്ള ആളെന്നോ കുറവുള്ള ആളാണെന്നോ ഒന്നും ഭഗവാൻ ഒരിക്കലും കരുതില്ല. ഇപ്പൊ തീവ്രവാദിയാണ്, ഭഗവാനെതിരെ പ്രസംഗിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഭഗവാനെ ഒരുപാട് ആക്ഷേപിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർക്കെതിരെയൊക്കെ നമ്മൾ ഭൗതികതയിൽ പലരും കേൾക്കുന്നുണ്ട് അല്ലെ. ഭഗവാന്റെ വിഗ്രഹം തകർത്തു, അതുപോലെ തന്നെ ഭഗവാനെ ഒരുപാട് അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ഭൗതികതയിലുള്ള ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും അല്ലെ. കാര്യം അതും ഭഗവാന്റെ പുത്രനാണല്ലേ. അതപ്പതിച്ച അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും അല്ലെ. തീർച്ചയായിട്ടും അതിനെല്ലാം പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഭഗവാന് എന്താണ്, ഈവൻ അവനെ പോലും എത്രയും ഫോളനായിട്ടുള്ള ഒരു പുത്രനെ പോലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഭഗവാന് അതിയായ താല്പര്യമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കറിയാം, പ്രഹ്ലാദ് മഹാരാജന്റെ കാര്യം അറിയാം അല്ലെ. അച്ഛൻ ആരാണ്? അസുരൻ അല്ലെ. അസുരന്മാരുടെ ഏറ്റവും വലിയ ഭയാനകനും കീർത്തി കേട്ടതും ശക്തിശാലിയുമായിട്ടുള്ള അസുരൻ. അതുപോലെ 5 വയസ്സുള്ള കുട്ടിയാണ് അല്ലെ. ഒരു അസുരനും അസുരന്റെ ഭാര്യയ്ക്കും അസുര സ്ത്രീക്കും ഉണ്ടായ കുട്ടിയാണ്. അതുപോലെ തന്നെ എന്താണ് പഠിപ്പിക്കുന്ന ആരാണ്? ശുക്രാചാര്യരുടെ മക്കള്, ചണ്ട അമർക്ക അല്ലെ, ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്നത്. പക്ഷെ അവരെ അടക്കം എന്ത് ചെയ്തു ഇദ്ദേഹം? ഭാഗവത കഥകള് പറഞ്ഞു കേൾപ്പിച്ചു ഈ കുട്ടി, 5 വയസ്സുള്ള കുട്ടി അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ നാരദ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കാനിടയായതും ഭാഗവത കഥകൾ കേട്ടിട്ട് നാരായണ എന്ന് ഗർഭപാത്രത്തിൽ വെച്ചിട്ട് തന്നെ നാമം ജപിക്കാൻ തുടങ്ങിയ ആളാണ് പ്രഹ്ലാദൻ. പുറത്തു വന്നപ്പോഴും നാരായണ നാമം ജപിച്ചുകൊണ്ടാണ് അല്ലെ. ഈ ഭാഗവതം മുഴുവനും എന്താണ് അമ്മയുടെ വയറ്റിൽ കിടന്നാണ് ശ്രവിച്ചത് അല്ലെ. ഇതേ ഭാഗവത കഥകള് എന്താണ് പ്രഹ്ലാദൻ ഈ അസുരന്മാരായുള്ള കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങി അല്ലെ. ഏതൊക്കെ പ്രതിസന്ധികൾ പ്രഹ്ലാദൻ ഉണ്ടായി അല്ലെ. അതിനെ സ്വന്തം പിതാവ് തന്നെ എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കുന്നിന്റെ മുകളിൽ നിന്ന് വലിച്ച ആനയെ കൊണ്ട് ചവിട്ടിച്ചു. അതുപോലെ വിഷപ്പാമ്പിന്റെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തു. അതുപോലെ തന്നെ അഗ്നിക്ക് ഹോളിയ അഗ്നിയിലെടുത്ത് പിടിച്ചിരുത്തി. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എന്താണ് ഭഗവാൻ എന്നെ രക്ഷിക്കും. അതായത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും ഇല്ലല്ലേ. ഭഗവാനെ രക്ഷിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാൻ രക്ഷിക്കണം. അതായത് യാതൊരു പേടിയില്ല, നിർഭയമാണ് അല്ലെ. നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളിൽ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓരോരോ പേടിയാണ്. ഇനി ഫ്ലൈറ്റ്
മിസ്സാകുമോ, ഇത് ക്യാൻസൽ ആകുമോ, യുദ്ധം വരുമോ, ഇല്ലയോ? പരമഭക്തർക്ക് എന്താണ്, യുദ്ധം വന്നു കഴിഞ്ഞെങ്കിൽ വരട്ടെ, ഫ്ലൈറ്റ് ക്യാൻസൽ ആകുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യട്ടെ. ഇനിയിപ്പോ ഇവിടുത്തെ മാതാജിയൊക്കെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടാ പോയത്, ഞാൻ ടിക്കറ്റ് താമസിച്ച എടുത്തേന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും യുദ്ധം തുടങ്ങി, ആദ്യത്തെ ബോംബ് പൊട്ടി. ഇവര് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ ദീപാവലി പടക്കം പോലെ ഇത് പൊട്ടിയത്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ഡിലേ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടാ പോയത്. പക്ഷെ എന്താണ്, പരമഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഇച്ഛയാലാണ് നടക്കുന്നത്, അല്ലെ? നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്തായാലും ഭഗവാന്റെ ഇച്ഛയിലാണ് ഇത് നടക്കുന്നതെന്ന് അവർക്ക്, പരമഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും, അല്ലെ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും നമ്മൾ ബോധേഡ് ആകില്ല. കാര്യം എന്താണ്, എനിക്ക് എന്റെ ഭഗവാനിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് മുടക്കിയെങ്കിൽ നമ്മൾ നമ്മുടെ പൈസ പോയെന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റ് ആയിരിക്കും ചിലപ്പോൾ എന്താണ് അവർ ബോംബിടുന്നത്, കറക്റ്റ് വീഴുന്നത്. പറയാൻ പറ്റുമോ? ഭഗവാൻ നമ്മളെ ഇല്ല. രക്ഷപ്പെടുത്തി, നമ്മൾ വൈഷ്ണവരായതുകൊണ്ട്. അന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല, അല്ലേ? നമുക്കറിയാമല്ലോ, ആ ഗുജറാത്തിലോ അവിടെ കണ്ട്, ബോംബെയിലോ അവിടെ കണ്ട ഒരു ഫ്ലൈറ്റ് തകർന്നു, ഗുജറാത്തിലോ അഹമ്മദാബാദിലെ. ഒരുത്തൻ മാത്രം അതിൽ രക്ഷപ്പെട്ടു. അതിൽ രക്ഷപ്പെട്ട ആൾക്കാരും അവിടെ ഭഗവത്ഗീത മാത്രം കത്താതെ ഇരുന്നതും, അതുപോലെ അങ്ങനെ രണ്ടു മൂന്ന് പേര് വന്നപ്പോ അവർക്ക് ട്രാഫിക് ബ്ലോക്ക് കാരണം മിസ്സായവരുടെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെ അതെ. അതുപോലെ തന്നെ ഈ ഫ്ലൈറ്റില് മരിച്ചവര്, കത്തിപ്പോയി മരിച്ചവരെല്ലാവരും തന്നെ എന്തായിരുന്നു, ഒരു അവിടുത്തെ ഒരു മന്ത്രിയായിരുന്നു, ഒരു രാജാവ് വനത്തിന് തീയിടാനായിട്ട് കൂട്ടു നിന്നവരും ആ വനത്തിലുള്ള പ്രാണികളെല്ലാം, ജീവജാലങ്ങളെല്ലാം കത്തി നശിപ്പിച്ച ആൾക്കാരാണ് എല്ലാവരോടും കൂടി ഈ ഫ്ലൈറ്റിൽ കയറിയിരുന്നത്. ഒരു കർമ്മഫല, ഇതൊരു ജ്യോത്സ്യന്റെ വെളിപ്പെടുത്തലായിരുന്നു. ഈ ജ്യോത്സ്യൻ ഈ മരിച്ചവരുടെ എല്ലാം ഗ്രഹനില, ഡേറ്റ് ഓഫ് ബർത്ത് സംഘടിപ്പിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം അന്ന് ആ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതിലില്ലാത്തത്, ഇത് കൂട്ടു നിൽക്കാത്ത രാജാവും പരിവാരങ്ങളും ഈ വനം കത്തി നശിപ്പിച്ച അതിലെ രണ്ടു മൂന്ന് പേരെ എക്സ്ക്ലൂഡ് ചെയ്തു. ആരൊക്കെയാണ്? ഫ്ലൈറ്റ് മിസ്സായവരും ആ മെസ് ഹാളിൽ രണ്ടു മൂന്ന് പേര് ഇരുന്നു, അവർക്ക് ചെറിയൊരു പരിക്ക് പറ്റി. അവരൊഴിച്ച് ബാക്കി എല്ലാവരും എന്താണ്, ആ ഗ്രഹനിലയിൽ ഒരേ കർമ്മഫലം തന്നെ കാണുന്നു. അപ്പം ഇവരുടെ പൂർവ്വജന്മത്തിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഒരു ജ്യോത്സ്യൻ വെളിപ്പെടുത്തിയതാണ്. നമുക്കറിയില്ല, ഇങ്ങനെ ഒരാൾ ഒരു പോസ്റ്റ് കണ്ടതാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണല്ലേ? അല്ലെങ്കിൽ ഇത്രയും പേര് ഒരുമിച്ച് ഫ്ലൈറ്റ് കത്തി അവർ നശിക്കാനായിട്ട് കാരണം എന്താണ്, ഇവര് ഇതേപോലെ തന്നെ ഒരുപാട് ജീവികളെ ചുട്ടുകൊന്നു. എങ്ങനെ? ഒരു വനത്തിന് തീയിട്ടിട്ട്. ആ രാജാവാണ് ഗുജറാത്തിലെ മുൻ മന്ത്രി. അപ്പൊ അയാൾ കറക്റ്റ് ആ പ്ലെയിനിൽ വന്ന് കയറി. അയാളും അതുപോലെ തന്നെ ആ കയറിയിരിക്കുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ പണ്ട് ഇത് ചെയ്തവരുടെ പുനർജന്മമായിരിക്കും. അപ്പൊ നമ്മൾ എത്ര ജന്മം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കാതെ പോകില്ല. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭഗവാന്റെ ആ പാതാരബിന്ദങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള ശരണാഗതി ചെയ്തവരാണെങ്കിൽ നമ്മൾ എന്താണ്, ഭഗവാൻ ഈ പറയുന്ന സ്റ്റേജിൽ കൂടെ ഒന്നും കടത്തിവിടത്തില്ല. അത് ഉറപ്പാണല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് കൃഷ്ണാബോധ ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യാതെ യാതൊരു മാർഗവും ഇല്ല. നമ്മള് കൃഷ്ണാവബോധം മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് പോകുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ നന്നാവുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, നമുക്ക് ആർക്കെങ്കിലും ഭഗവാനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും വലിയ പുണ്യം വേറൊരാളില്ല. അതായത് ഈ ഫോളൻ ആയിട്ടുള്ള സോളിനെ നമ്മൾ അതുപോലെ രാവിലെ എണീറ്റ് നമ്മൾ ആരതിയൊക്കെ ചെയ്യുന്നതിന് മുൻപേ, നമ്മൾ മംഗളാരതി ചെയ്യുന്നതിന് മുൻപേ ഭഗവാനോട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈ ഭൗതിക ലോകത്ത് ജനിച്ച എല്ലാ ഫോളൻ സോൾസിനെയും ഭഗവാനെ ഉദ്ധരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളുടെ മാത്രമല്ല, നമ്മളെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കുകയേ ചെയ്യരുത്. നമ്മൾ മറ്റുള്ള എല്ലാവർക്കും വേണ്ടി ലോകാസമസ്ത സുഖിനോ ഭവന്തു, എല്ലാ ഫോളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പതിതരായിട്ടുള്ള, പതിച്ച, നമ്മൾ മേളിൽ ഭഗവാന്റെ കൂടെയായിരുന്നു അല്ലെ? ഈ താഴേക്ക് വന്ന് പതിച്ച എല്ലാ ജീവജാലങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കാര്യം എത്രയോ പേര് ഈ കൃഷ്ണാവബോധം ഒരു ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുന്നവരുണ്ടല്ലേ? എങ്ങനെയെങ്കിലും അവര് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവര് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരാനും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഭഗവാന്റെ കാര്യം പറഞ്ഞു കൊടുക്കാനും അവരങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ, ഒരു 2-3 ജന്മങ്ങൾക്കുള്ളിലെങ്കിലും അവർക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ടും നമ്മളായിട്ട് ഇടയാക്കി തീർക്കാനായിട്ട് നമുക്കൊരു അവസരം തരാനും വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പം നമ്മള് എല്ലാരും കരുതിയിരിക്കണം. ഒരിക്കലും നമുക്കൊരു ഗ്യാരണ്ടിയും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് ഈ കൃഷ്ണാബോധത്തിൽ നിൽക്കുമോ പോകുമോ എന്നൊന്നും, അല്ലെ? വിധിയുടെ വിളയാട്ടം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് അറിയാം,
വലിയ വൈഷ്ണവനായിട്ടുള്ള ഒരാള്, നമ്മളുടെയൊക്കെ ഇവിടെ ആചാര്യനായിട്ടൊരാള്, അവരുടെ മകൻ എന്താണ് ട്രെയിൻ ഇടിച്ച് തട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായി അല്ലേ? ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. അല്ല, ഈ ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് റെയിൽവേ ക്രൂസ് വന്നപ്പോ ട്രെയിൻ വരുന്ന കണ്ടില്ല, പാലക്കാട്ട് വെച്ചിട്ട് ട്രെയിൻ വന്ന് ഇടിച്ചിട്ട് ആ കുട്ടി മരിച്ചുപോയി. എന്നിട്ട് എന്താണ്, പുള്ളി ബ്രാഹ്മണിക്ക് ഇനീഷ്യേഷൻ എടുത്ത ആളാണ്, എന്നിട്ട് പോലും കൂടി പുള്ളിയുടെ മൈൻഡ് ഡൈവേർട്ടായി. നമുക്കൊക്കെ ഉപദേശം തരുന്നതാണ് ഇങ്ങനെ മരണമൊക്കെ വരുമ്പം എന്താണ്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് അത്രയും വലിയ ലെക്ചർ തരുന്ന ആൾ പോലും എന്താണ് ഉണ്ടായി. 1 വർഷത്തോളം പുള്ളി എന്താണ് ഒന്നും പറയണ്ട, എന്തുമാത്രം ദുഃഖം അനുഭവിച്ചെന്ന് കൈ കണക്കുമില്ല. വേറൊരു സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. ഭഗവാൻ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരും അല്ലേ? അപ്പൊ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ പുള്ളി ഇപ്പൊ റിക്കവർ ആയി, ഇപ്പൊ ക്ലാസ് ഒക്കെ എടുത്ത് തുടങ്ങി. അപ്പൊ ഇതാണ് കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഭഗവാൻ അതെല്ലാം എന്താണ് നമുക്ക് അനുഭവിക്കേണ്ട കർമ്മഫലം അനുഭവിക്കും. പക്ഷെ ഭഗവാൻ നമുക്ക് എന്താണ് അതിനുള്ള ശക്തി തരും, എന്ത് നേരിടാനുള്ള. കർമ്മഫലമൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ കൃഷ്ണാബോധത്തിലായി കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഭഗവാനുണ്ട് അല്ലെ? നമ്മളുടെ കൂടെ ഭഗവാനുണ്ട്. നമ്മളുടെ ബന്ധുക്കളോ ആരൊക്കെ നമ്മൾ കൂട്ടുകാരോ ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു പോയാൽ നമ്മളുടെ കൂടെ ഭഗവാനുണ്ട്. കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സുഹൃത്തും അഭ്യുതകാംക്ഷിയായിട്ട് ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഉറപ്പ്, ഗ്യാരണ്ടി അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഏത് കർമ്മഫലം, ഏത് ഫ്ലൈറ്റ്, എവിടെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ അല്ലെ? ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാകും. നമ്മളുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചോട്ടെ, എനിക്ക് എന്റെ ഭഗവാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും എന്താണ് വിചാരവും, മനസ്സിൽ അത് ദൃഢമായിട്ട് അത് ഉറപ്പിച്ച് വിശ്വസിക്കുക. ഹരിബോൾ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് കറക്റ്റ് 8:03. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ പോയിന്റ് ഉണ്ടെങ്കിൽ പോയിന്റ് പറയാം, ഓർമ്മയുണ്ടെങ്കിൽ. നമ്മള് കൃഷ്ണാവബോധം നമുക്കുണ്ടായി നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു തരത്തിലുമുള്ള സാഹചര്യം ഇല്ലാത്തവര് അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഭഗവാൻ ഇഷ്ടം. എത്ര ബുദ്ധിമുട്ടിയാണേലും അത് ചെയ്യുന്നുണ്ട്, പക്ഷെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അത് സഹിച്ചുകൊണ്ട് ചെയ്യുക. ഒരു ബംഗ്ലാവിൽ ഇരുന്ന് നമ്മള് ചപ്പൻ ഭോഗം ഉണ്ടാക്കി, ഒരു ബംഗ്ലാവിൽ ഇരുന്ന് നമ്മൾ ചപ്പൻ ഭോഗം കണ്ട ഭഗവാന് കൊടുക്കുക. എല്ലാ വേലക്കാരികളും ഇങ്ങനെയുണ്ട്, ഇടതും വലവും 4-3 വേലക്കാരികൾ ഇതെല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി നമ്മൾ ഭഗവാന് സ്വർണ്ണ പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതും, വേറൊരാള് കുടിലിൽ താമസിക്കുന്ന ആളല്ല, വീടില്ലാത്ത ഒരാള് കയ്യിൽ നിവേദ്യം ഉണ്ടാക്കി ഓഫർ ചെയ്താൽ ഭഗവാന് കയ്യിൽ നിവേദ്യം കൊടുക്കുന്നതായിരിക്കും സ്വീകരിക്കുന്നത്. കാരണം സാഹചര്യം അതാണ്. അതെ, നമ്മളുടെ ഭാവമാണ് ഭഗവാൻ കാണുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദൻ, ഭാവഗ്രാഹി ജനാർദ്ദൻ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും പോയിന്റ് ഉണ്ടോ? ഭക്തന്മാർ വീഴ്ചയിൽ പരാജിതനായാലും ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറയുന്നു. കൂടാതെ പരമസത്യം ഭഗവാൻ മാത്രമാണ്, പൂർണ്ണമായിട്ടുള്ളതും ഭഗവാൻ മാത്രമാണ്, അച്യുതന് മാത്രമേ വീഴ്ച പറ്റാത്തുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ഭൗതിക ലോകത്തിൽ നമ്മള് ഏതെല്ലാം വീഴ്ചകളാണ് നമുക്ക് ഡെയിലി പറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഓർക്കും, ഞാൻ എന്ത് മണ്ടത്തര കാണിച്ചതല്ലേ, ഇനി ഇതിൽ പരെ ഒരു മണ്ടത്തരം. എനിക്ക് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? വീഴ്ച പറ്റാത്ത ഒരേ ഒരാൾ അച്യുതന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ എപ്പോഴും വീഴ്ച പറ്റിക്കുന്നു. മല്ലിക മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ പോയിന്റ്? ഒരു പരിശുദ്ധ ഭക്തനാണെങ്കിൽ ഒന്നും ഭഗവാനോട് അങ്ങോട്ട് യാചിക്കേണ്ട ഒരു കാര്യമില്ല. ആ ഭക്തന് ഭഗവാൻ 24 മണിക്കൂറും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്ന അവൻ ആഗ്രഹിച്ചിട്ട് മുഴുവൻ ഭഗവാൻ കൊടുക്കും. എനിക്കൊരു അനുഭവം ഉണ്ടായി പ്രഭുജി, ഞാൻ പറയട്ടെ. അതെ, ഞാൻ വൃന്ദാവനത്തിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ അത് എനിക്ക് ആദ്യം ബുക്ക് ചെയ്ത് ജഗസാക്ഷി പ്രഭുവിന്റെ കൂടെ പോയി 2 ദിവസം ആകുമ്പോഴേക്കും എനിക്ക് സുഖമില്ല. കാരണം ഉണ്ടായിട്ട് ആ ചപ്പാത്തി കടുകണ്ടി ഒന്നും വയറ്റിന് പിടിച്ചില്ല. അവിടെ തീരെ സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം ഡ്രിപ്പൊക്കെ തന്നു. പിന്നെ അവസാനം എമർജൻസി ഫ്ലൈറ്റിന് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നു. ഭയങ്കര സങ്കടം. എന്റെ ഭഗവാനെ, എനിക്ക് ഗോവർദ്ധന എന്നെ കാണണമെന്നുണ്ടായിരുന്നു. അവിടെ കാല് കുത്താനല്ലേ കഴിഞ്ഞുള്ളൂ, എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടം. എന്നാലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചില്ല. ഇത്രയും പൈസയൊക്കെ ചെലവാക്കി, അതാണ് കൂടുതൽ.
ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഇനി എന്തായാലും വയസ്സ് കണ്ടിനി അവിടെ പോകാനും ആവില്ല. സാരമില്ല, ഭഗവാന്റെ ഇച്ഛ അതാ ചങ്കൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സങ്കടപ്പെട്ട് മനസ്സിലാ പ്രയാസം വെച്ചുകൊണ്ടിരുന്നു. പിറ്റേത്തെ മാസം എനിക്കൊരു ഫോൺ കോള്, പിന്നെ സന്ധ്യക്ക്. അപ്പൊ മാതാജി ജൈവദാഗസ് പറഞ്ഞ മാതാജി റെഡി ആയിട്ടിരുന്ന നമുക്ക് ഒക്ടോബറിൽ വൃന്ദാവനത്ത് പോണോന്ന്. ഞാൻ പറഞ്ഞു എന്തിനാ പ്രഭുജി, ഞാൻ ജഡ്ജാഴ്ച പ്രഭുവിന്റെ കൂടെ പോയിട്ട് കൂടെ തിരിച്ചു വന്നതല്ലേ. മഹാരാജ് ഒന്നും പറയണ്ട, ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചതാ. നിങ്ങൾ 10 പൈസ തരണ്ട, നിങ്ങൾ വണ്ടിയിലവിടെ കയറി ഇരുന്നാ മതി, നിങ്ങളെ സുരക്ഷിതമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന്. ഞാൻ സത്യം പറഞ്ഞ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാനോട് പറഞ്ഞില്ല, എന്നെ ഒന്നുകൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു പോയി. എന്റെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞിട്ട് 10 പൈസയും തരണ്ട. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നത് കണ്ട പൈസയൊക്കെ ചെലവായി, എന്നിട്ട് എനിക്ക് അവിടെ കംപ്ലീറ്റ് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കട. എന്നിട്ട് ഒരു കുഴപ്പമില്ല, ഞാൻ അവരുടെ കൂടെ പോയി 10 ദിവസത്തെ അടുത്ത് എല്ലാം കുരുക്ഷേത്രവും എല്ലാം കണ്ട് വിവരിച്ചുണ്ട്. ദൈവത ആ ദിതിപ്രഭു നല്ലതാ, കാരണം എല്ലാം വിവരിച്ച് പറഞ്ഞിരും ഒക്കെ പോയി കണ്ടു. അതാണ് ഭഗവാൻ. ഒന്നും അങ്ങോട്ട് ചോദിക്കണ്ട, അമ്മക്ക് ആഗ്രഹം എന്താണോ അത് ഭഗവാൻ നിവർത്തിച്ചു തരും. ഓരോരോ അനുഭവത്തിൽ. അതാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ആഗ്രഹം വെക്കേണ്ടത്, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. ഭഗവാനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ആസക്തിയാകാം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വൃന്ദാവനം എന്ന് പറഞ്ഞാൽ ഭഗവാനും വൃന്ദാവനം തമ്മിൽ വ്യത്യാസമില്ല. സമയമില്ല, എനിക്ക് അനുഭവമുണ്ട്. ഇപ്പൊ ഞാൻ ഈ കൃഷ്ണാവബോധത്തിലോട്ട് വരുന്നതിന് മുമ്പ് അന്ന് എനിക്ക് ഇഷ്ടമായി സത്സംഗാദൂത്. അപ്പൊ നമ്മുടെ അമ്പലത്തില് പ്രഭുവിനെ അറിയായിരിക്കും, വാഴൂർ എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്, വാഴൂര് പ്രജ്ഞാനാനന്ദ സ്വാമി എന്ന് പറയും, വാഴൂര്. അപ്പൊ ആ പ്രഭു ഇവിടെ ഒക്കെ വരും, നമ്മുടെ വീട്ടിലും ഒക്കെ വന്നിട്ടുണ്ട്. എന്നോട് വലിയ ഇഷ്ടം, അമ്പിയെന്ന് മുഴുവൻ വിളിക്കത്തില്ല, വലിയ ഇഷ്ടം. ഞാനും അതിനകത്ത് ആയിരുന്നു സത്യം പറഞ്ഞാല്. അപ്പൊ അവിടെ ഈ നമ്മുടെ അമ്പലത്തിൽ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞങ്ങളെല്ലാം പോയി. അന്നേരം പ്രജ്ഞാനന്ദ സ്വാമി അതിങ്ങനെ ഉണ്ടല്ലോ, പുള്ളിയുടെ ഒരു ശിഷ്യനുണ്ട്, അത് ശാന്താനന്ദ സ്വാമി എന്ന് പറയും. അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കും, നല്ല ക്ലാസ്സാ. ഈ ഭാഗവതം മുഴുവൻ എടുത്തു കഴിഞ്ഞപ്പം നമ്മുടെ പഴയ ഭാഗവതമാണ്, ഇതല്ല. പഴയ ഭാഗവതം പെട്ടെന്ന് എടുത്ത് തീരാറ്. അപ്പൊ അതിനകത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ വടക്കേ ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളും, പിന്നെ നമ്മുടെ ഈ ചാർധാം ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ മറ്റേ കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി, പിന്നെ ഹരിദ്വാർ, ഋഷികേശ്, ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഈ ഭാഗവതം എല്ലാം വായിച്ചിട്ടെല്ലാം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പിന്നെ പ്രഭു പ്രഭു എന്നല്ല വിളിച്ച സ്വാമി, ഞാൻ ഒരിടത്തും പോയിട്ടില്ല, എനിക്ക് പോകാൻ പോയിട്ടില്ല, ഒരു തീർത്ഥാടനവും ഞാൻ അങ്ങനെ പോയിട്ടില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹം തോന്നുന്നു ഇതൊക്കെ കണ്ടപ്പോ, എന്തെങ്കിലും പോകാൻ പറ്റുമോ സ്വാമിന്ന് ചോദിച്ചു. പറഞ്ഞു, കുഞ്ഞെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ ഭഗവാനോട്, എല്ലായിടവും പോകാൻ പറ്റുമെന്ന്. അപ്പൊ സ്വാമി ഇപ്പം മരിച്ചുപോയി, അത് എല്ലായിടവും പോകാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞത്. അതേപോലെ തന്നെ അവിടെ എല്ലായിടവും പോയി. ഇനി വലുതായിട്ടൊന്നും ഇല്ല, പോകാൻ സർവ്വടവും പോയി, എല്ലായിടവും പോയി. അത് ഭഗവാന്റെ അത് ഒരു വലിയൊരു അനുഗ്രഹം. എനിക്ക് തോന്നിയില്ല പോകുമെന്നുള്ളത്. ഇപ്പൊ ഞാന് പറ്റുന്നിടത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന പോവുക, ആരോഗ്യം ഒന്നും നോക്കുന്നില്ല, അങ്ങ് പോവുക. ഇനി വടക്കേ ഇന്ത്യ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല പോവാൻ. ഒരുമാതിരി പേര് കേട്ടിടത്തൊക്കെ പോയിട്ടുണ്ട്. അത് ഈ സ്കോണുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൂടുതൽ ഇപ്പൊ പോയിരിക്കുന്നത്. പക്ഷെ പിന്നെ ഇവിടെയൊക്കെ പോകണമെന്ന് എനിക്ക് അറിയത്തേയില്ല. പോയപ്പോഴാണ് അതിന്റെ അഗാധം ഭയങ്കര സ്ഥലമല്ലേ ഇതൊക്കെ. അവിടെയൊക്കെ അന്നൊക്കെ പേടിയായിരുന്നു. 15 കൊല്ലം മുമ്പാ പോയത്. ജഗസാക്ഷിപ്രഭുവിന്റെ കൂടെ ആണ് താനും പോയത്. ഇവിടെ ഋഷികേശ് അവിടൊക്കെ ഈ മണ്ണ് പടപടന്ന് ഇടിഞ്ഞു വീണിട്ട് ഇപ്പൊ ഈ വണ്ടി താഴെ വീഴുന്ന മട്ടില് എല്ലാരും ജപിച്ചോളാൻ പറയുക. അങ്ങനെ ഞാൻ വിചാരിച്ചു തിരിച്ചു വരവൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. അതുപോലെ പോയത്. ഞങ്ങളുടെ പുറകെ വന്ന വണ്ടി, ഞങ്ങൾ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് പുറകെ വന്ന വണ്ടിയൊക്കെ താഴെ വീണെന്ന് പറഞ്ഞു കേട്ടോ. അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. അന്നൊരു വെള്ളപ്പൊക്കവും എല്ലാം പോയി. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് ഞാൻ പറയുക. തുടർന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഓരോരോ അനുഭവം വരുമ്പോഴാ അതറിയാം. ഓരോരോ അനുഭവം. അതുപോലെ പ്രഭുജി കഴിഞ്ഞ 4-ാം തീയതി ഞാൻ എപ്പോഴും രാവിലെ നാമം ചെല്ലുമ്പോ ഭഗവാന് ഇനി ഞാൻ എല്ലാം അങ്ങോട്ട് വരിക, ഭഗവാൻ എന്നെ കാണാൻ ഞാൻ എല്ലാം അങ്ങോട്ട് വരികയെന്ന് ഇങ്ങനെ വിചാരിച്ചേ.
അന്ന് പിന്നെ പിറ്റേന്ന് ഞായറാഴ്ച വേറെ ഒരു അമ്പലം ഇവിടെ അമ്പലത്തിൽ പോയി ഇങ്ങോട്ട് വരുന്ന സമയത്ത് മോൻ പറഞ്ഞു അമ്മമ്മേ അമ്മ ഗുരുവായൂർ പോകാന്ന്. ഞാൻ പറഞ്ഞു ആ പോകാം. അന്നായിരുന്നു എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിച്ച് വന്നു. ഒരു ദിവസത്തേക്കുള്ള സാധനമായി. അവിടെ എത്തിയിട്ടാ റൂമും കിട്ടിയത്. സുഖമായിട്ട് ശരിക്കും തിങ്കളാഴ്ച നല്ല പൂജ നടക്കുന്ന ദിവസാ, ത്രികാല പൂജ നടക്കുന്ന ദിവസാ. അന്ന് ഭയങ്കര തിരക്കാ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായില്ല പ്രവൃത്തി. നാളെ കണ്ടു. അതുമല്ല അവിടെ നടന്ന ഒരു അത്ഭുതം കേൾക്കണോ. ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ ആ ഭഗവാന്റെ അവിടെ ഇങ്ങോട്ട് എൻട്രൻസിന്റെ അവിടെ കുത്തിരുന്ന നാമം ഇല്ല. എന്നിട്ട് കുറച്ചിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങലുള്ളൂ. ഞാൻ നല്ലോണം എന്റെ ഭഗവാനെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കണ്ണടച്ച് നാമം ചൊല്ലിയോണ്ട് നിൽക്കുമ്പോൾ അപ്പൊ അടുത്തൊരു ജീവനക്കാരൻ എന്നെ തൊട്ട് പിടിച്ചു. ഞാൻ നോക്കുമ്പോ ഭഗവാന്റെ കഴുത്തിലിട്ട ആ തുളസീന്റെ മാല ഫ്രഷ് ആ എനിക്ക് കൊണ്ടുതന്നതാ. ഞാൻ പറഞ്ഞേ അപ്പൊ ഇതിപ്പോ ഭഗവാന്റെ കഴുത്തുനിന്ന് മാറ്റിയതാ. അത് പറഞ്ഞേ അത് ഞാൻ ചോദിച്ചോ. ഞാൻ പറഞ്ഞു മകൻ ഇങ്ങനെയാ വിചാരിച്ചോ എന്റെ കൃഷ്ണ എത്ര കാലായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മഴക്കാഴ്ച പോലെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ഇതുവരെ. അവിടെ എത്തിയാലതാ ആഗ്രഹം. എന്നിട്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞോട് നാമം ചൊല്ലിക്കുമ്പോഴാണ് കൊണ്ടത്. ഞാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ അർത്ഥത്തില് ഞാൻ പറയാം. അതൊക്കെ ആലോചിക്കാ ഭഗവാന്റെ ഭയങ്കര വലിയ അനുഭവമാണ്. ഭയങ്കര വലിയ അനുഭവമാണ്. എന്തായാലും മാതാജിയെ കൈവിടില്ല. ഗുരുവായൂരപ്പൻ കൂടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ഒരിക്കലും മുറുകെ പിടിച്ചോ, മുറുകെ പിടിച്ചോ. ആ കണ്ടതേ എവിടെ കിടന്ന് ഉറങ്ങുവാണ്. കള്ളകൃഷ്ണ ഉറങ്ങുവാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ആ പാദങ്ങളിൽ മുറുകെ പിടിച്ചോ, അല്ല ഓടി രക്ഷപ്പെടും. മുറുകെ പിടിച്ചോ, ആളെ വിട്ടുകളയരുത്. ഓടി രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഹരേ കൃഷ്ണ. കഴിഞ്ഞു ക്ലാസ്. ഞാൻ അതിൽ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇവർക്ക് രണ്ടുപേർക്കും പോകാനുള്ള സമയമായി. ഹരേ കൃഷ്ണ. അപ്പൊ വാഞ്ചകൽപ രൂപശ്ച കൃപാസന്ധി ഭവിച്ച പ്രധാന ഭാവനിക്ക് വൈഷ്ണവിക്ക് നമോ നമഃ. എന്റെ കൂടി വൈഷ്ണവ വൈഷ്ണവ വൃന്ദ